വഖഫ് നിയമ ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭയിലേക്ക് എത്തുകയാണ്. ഉച്ചയ്ക്ക് 12 മണിക്ക് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കും. 8 മണിക്കൂർ സമയമാണ് ചർച്ചയ്ക്ക് അനുവദിച്ചിട്ടുള്ളത്. ഭരണപക്ഷവും ഇന്ത്യ സഖ്യവും എംപിമാർക്ക് വിപ്പ് നൽകി. ബില്ലിനെ എതിർക്കുമെന്ന് ഇന്ത്യ സഖ്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ER രാഗേഷ് വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്. രാഗേഷ്, ഏറെ നാളായുള്ള തർക്കങ്ങൾ, അഭിപ്രായ ഭിന്നത, സമവായത്തിനുള്ള ശ്രമം, ഇതിനൊക്കെ ഒടുവിലാണ് ഇന്നിപ്പോൾ വഖഫ് ബില്ല് സഭയിൽ അവതരിപ്പിക്കുന്നത്. പ്രതിപക്ഷം കൃത്യമായി അറിയിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി എതിർക്കുമെന്ന്. വിപ്പ് നൽകിയിട്ടുണ്ട് BJPയും ഒപ്പം ഭരണപക്ഷവും. അങ്ങനെ പല മാറ്റങ്ങൾ ഈ അവസാന മണിക്കൂറുകളിലും നടക്കുന്നുണ്ട്. ഭരണപക്ഷത്തെ സഖ്യകക്ഷികൾക്ക് ഒക്കെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ അവസാന മണിക്കൂറുകളിൽ എങ്ങനെയൊക്കെയാണ് ചർച്ചകൾ? ഒപ്പം കത്തോലിക്ക സഭയുടെ എതിർപ്പിനെ ഏത് രീതിയിലായിരിക്കും പ്രതിപക്ഷത്ത് കോൺഗ്രസും കേരള കോൺഗ്രസും ഒക്കെ നേരിടുക എന്നതും ഏറ്റവും ശ്രദ്ധേയമാണെന്ന് തോന്നുന്നു. എപ്പോഴായിരിക്കും ബില്ലെത്തുക? എന്തൊക്കെയാണ് ചർച്ചകൾ? ശ്രീജ, പരിഷ്കരിച്ച വഖഫ് നിയമ ഭേദഗതി ബില്ല് എന്ന് ഏതായാലും ലോക്സഭയിൽ വരികയാണ്. കാരണം ഈ സഭാ സമ്മേളനത്തിൽ തന്നെ ഈ ബില്ല് വരുമോ എന്ന് ആദ്യം ചില ആശയക്കുഴപ്പമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അമിത്ഷാ തന്നെ ഈ ബില്ല് സഭാ സമ്മേളനത്തിൽ തന്നെ കൊണ്ടുവരുമെന്ന് അറിയിച്ചിരുന്നു. അതിനുശേഷം ഇന്നിപ്പോൾ ഏതായാലും ഇന്നലെ കാര്യോപദേശക സമിതി യോഗം ചേരുന്നു. അതിനുശേഷം ഇന്നിപ്പോൾ ഏതായാലും ബില്ല് അവതരിപ്പിക്കാൻ പോവുകയാണ്. ഇന്ന് 12 മണിക്ക് ചോദ്യോത്തരവേളയ്ക്ക് ശേഷം 12 മണിക്കാണ് ഈ ബില്ല് അവതരിപ്പിക്കുക. പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഈ ബില്ല് കൊണ്ടുവരികയും ചെയ്യും. ഏതായാലും ബില്ലിലെ വ്യവസ്ഥകളെ ഒന്നടങ്കം എതിർക്കുകയാണ് ഇന്ത്യ സഖ്യം ഇന്നലെ യോഗം ചേർന്നുകൊണ്ട് പാർലമെന്റിൽ സ്വീകരിക്കേണ്ട നടപടികളൊക്കെ തന്നെ ചർച്ച ചെയ്തിരുന്നു. ഈ യോഗത്തിൽ ഒന്നടങ്കം ബില്ലിനെതിരെ വോട്ട് ചെയ്യാനുള്ള തീരുമാനമാണ് കൈക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ചില ആശങ്കകൾ ഇന്ത്യ സഖ്യത്തിലെ ചില കക്ഷികൾ, പ്രത്യേകിച്ച് മുനമ്പം ഒരു വിഷയമായി ഇത് ക്രൈസ്തവ സംഘടനകൾ ഏറ്റെടുക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ആശങ്ക ഏതായാലും ഇന്നലത്തെ യോഗത്തിലൊക്കെ തന്നെ കേരളത്തിലുള്ള എംപിമാർ, പ്രത്യേകിച്ച് ഫ്രാൻസിസ് ജോർജും ജോസ് കെ മാണി അടക്കമുള്ളവർ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും ഈ ബില്ലിലെ വ്യവസ്ഥകൾ ന്യൂനപക്ഷ വിരുദ്ധമാണെന്ന് പൊതു അഭിപ്രായമാണ് ഇന്ത്യ സഖ്യത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ എംപിമാർക്ക് വിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇനി സർക്കാർ തലത്തിലേക്ക് വരികയാണെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് 2 പ്രധാനപ്പെട്ട കക്ഷികൾ, അതായത് ഏറ്റവും കൂടുതൽ സീറ്റുള്ള രണ്ടാമത്തെ കക്ഷി BJP കഴിഞ്ഞാൽ TDP ആണ്, അത് കഴിഞ്ഞാൽ JDU. ഈ 2 പാർട്ടികളെ സംബന്ധിച്ച് അവരുടെ നിലപാട് നിർണായകമായിരുന്നു. ഏതായാലും ഈ 2 പാർട്ടികളും ബില്ലിനെ പിന്തുണയ്ക്കുമെന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അതായത് ഇന്നലെ അമിത്ഷാ JDU അംഗങ്ങളുമായി ചർച്ച നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് JDU ഇത്തരമൊരു നിലപാടിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. JDU നേതാക്കൾ പറയുന്നത് അവരുടെ ആശങ്കകളൊക്കെ തന്നെ സംയുക്ത പാർലമെന്ററി സമിതി മുൻപാകെ അറിയിച്ചിരുന്നു. അപ്പോൾ അതുകൂടി പരിഗണിച്ചാണ് ഈ ബില്ല് കൊണ്ടുവരുന്നതെന്നാണ്. കാരണം നേരത്തെ കഴിഞ്ഞ ഓഗസ്റ്റിൽ ഈ ബില്ല് കൊണ്ടുവന്നതാണ്. തുടർന്നാണ് JPCക്ക് വിടാനുള്ള തീരുമാനം എടുത്തത്. ജഗദാംബിക് അഗർവാൾ UP-യിൽ നിന്നുള്ള BJP അംഗമാണ്. അദ്ദേഹമായിരുന്നു JPC തലവൻ, JPC അധ്യക്ഷൻ. 14 ഭേദഗതികൾ കൂടിയാണ് ഇപ്പോൾ ഈ ബില്ല് ഏതായാലും ഇന്ന് കൊണ്ടുവരുന്നത്. ഈ 14 ഭേദഗതികളും സർക്കാർ കൊണ്ടുവന്നതാണ്, അതായത് ഭരണപക്ഷം കൊണ്ടുവന്നതാണ്. പ്രതിപക്ഷം ഉന്നയിച്ച ഭേദഗതികളൊക്കെ തന്നെ തള്ളിക്കൊണ്ടാണ് ഏതായാലും ഈ ബില്ല് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ എതിർപ്പുണ്ട്. ഏതായാലും മൊത്തത്തിൽ ഈ ബില്ലിനെ പ്രതിപക്ഷം എതിർക്കുന്നുണ്ട്. എങ്കിൽ പോലും അതിൽ തന്നെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പ്രത്യേകിച്ച് 5 കാര്യങ്ങളിൽ വലിയ എതിർപ്പുണ്ട്. ഒന്ന്, സർക്കാരിൻ്റെ ഇടപെടൽ അതിനകത്ത് വരുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, മുസ്ലിം ഇതര അംഗങ്ങൾക്ക് ഈ ബോർഡിൽ പ്രാതിനിധ്യം നൽകാനുള്ള തീരുമാനത്തെ ചോദ്യം ചെയ്യുന്നുണ്ട്. കൂടാതെ വഖഫ് ബൈ യൂസർ ഒഴിവാക്കി അതിനെയും ഇന്ത്യ സഖ്യം ചോദ്യം ചെയ്യുന്നുണ്ട്. കൂടാതെ വിവര ശേഖരണം അടക്കമുള്ള വിഷയങ്ങളിലും വലിയ എതിർപ്പ് നിലനിൽക്കുകയാണ്. ഇതിന് പുറമെ ട്രൈബ്യൂണലിൻ്റെ അധികാരം സംബന്ധിച്ച് ട്രൈബ്യൂണലിൻ്റെ അധികാരത്തെ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യാം എന്നാണ് ഈ ബില്ലിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. അങ്ങനെ പല കാര്യങ്ങളോടും വലിയ എതിർപ്പ് മുസ്ലിം സംഘടനകൾക്കുണ്ട്. ഒപ്പം തന്നെ ഇന്ത്യ സഖ്യവും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. ഏതായാലും ഈ ബില്ല് പാസ്സാക്കിയെടുക്കുക എന്നുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ കാലങ്ങളായുള്ള തീരുമാനമാണ്. അതാണ് ഇന്ന് ഏതായാലും ലോക്സഭയിൽ കൊണ്ടുവരാൻ പോകുന്നത്. അംഗബലം അനുസരിച്ച് ബില്ല് പാസ്സാക്കിയെടുക്കുന്നതിന് വലിയ പ്രശ്നങ്ങളില്ല. കാരണം 293 NDAയുടെ അംഗബലം. TDPയും JDUയും പിന്തുണയ്ക്കുന്ന സാഹചര്യത്തിൽ എളുപ്പം ലോക്സഭ ഈ ബില്ല് കടക്കും. ഏതായാലും 8 മണിക്കൂർ ചർച്ചയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. 8 മണിക്കൂർ ചർച്ച ഒരുപക്ഷെ നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. ഇന്നലെ ഈ ചർച്ചയുടെ സമയം കുറവാണെന്ന വാദം പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. കാര്യോപദേശക സമിതി യോഗത്തിനൊക്കെ ഇറങ്ങിപ്പോയിരുന്നു. ഇന്ന് ഏതായാലും രാവിലെ ഭരണപക്ഷവും ഇന്ത്യ സഖ്യവും യോഗം ചേരുന്നുണ്ട്. പാർലമെന്റിൽ ലോക്സഭയിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾ ഈ യോഗം ചർച്ച ചെയ്യും. ശ്രീജ, ശരി. രാഗേഷാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഇന്നത്തെ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരാനുള്ളത് ലോക്സഭയിൽ നിന്നാണ്. ഉച്ചയ്ക്ക് 12 മണി മുതൽ 8 മണിക്കൂർ നീളുന്ന ചർച്ച പുതുക്കിയ വഖഫ് ഭേദഗതി ബില്ലിന്മേൽ നടക്കും.
ബില്ലിന് അനുകൂലമായി കേരളത്തിൽ നിന്നുള്ള എംപിമാർ വോട്ട് ചെയ്യണമെന്ന സമ്മർദ്ദം ഈ അവസാന മണിക്കൂറുകളിലും ശക്തമാക്കുകയാണ് ക്രൈസ്തവ സംഘടനകൾ. വഖഫ് ബില്ലിനെ എംപിമാർ പിന്തുണച്ചില്ലെങ്കിൽ ജനങ്ങൾ അവർക്ക് മറുപടി നൽകുമെന്ന് KCBC വക്താവ് തോമസ് തറയിൽ ന്യൂസ് 18നോട് പറഞ്ഞു. KCBC പ്രതീക്ഷയിൽ തന്നെയാണ് നിശ്ചയമായിട്ടും. കാരണം നമ്മൾ നമ്മുടെ ജനപ്രതിനിധികളോട് കൃത്യമായ നിലപാട് അറിയിക്കുകയും അവരുടെ സപ്പോർട്ട് ഈ ബില്ല് പാസ്സാക്കുന്നതിൽ, ബില്ല് പാസ്സാക്കുക എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വഖഫ് ബില്ലിനെ അപ്പാടെ അംഗീകരിക്കണമെന്നല്ല നമ്മൾ പറയുന്നത്. വഖഫ് ബില്ലിൽ ഈ മുനമ്പത്തെ ജനങ്ങളെ പോലെ ഉള്ള പ്രശ്നങ്ങൾ, മുനമ്പത്തുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ പോലെ ഉള്ള പ്രശ്നങ്ങൾ ഭാരതത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ ഇടയാകുന്ന തരത്തിലുള്ള വകുപ്പുകൾ ഈ വഖഫ് നിയമത്തിൽ ഇപ്പോഴുണ്ട്. അത് ഭേദഗതി ചെയ്യണം. അതിനുള്ള ആ വകുപ്പുകൾ ഭേദഗതി ചെയ്യണം. കൃത്യമായിട്ട് വകുപ്പായിട്ട് തന്നെ ചർച്ച ചെയ്ത് ആ ഭേദഗതികളെ അനുവദിക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം ഇപ്പോഴും മുനമ്പം സമരത്തെ പാർട്ടിയിൽ തന്നെ, ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ പല അഭിപ്രായങ്ങളാണ് പലരും പറയുന്നത്. പല എംപിമാരും ഒരു നിലപാട് പറയാൻ പോലും തയ്യാറാകാത്ത സാഹചര്യം കൂടിയാണ് നിലനിൽക്കുന്നത്. അതെ, ഒരുപക്ഷെ നിലപാട് പറയാൻ സാധിക്കാത്തത് തന്നെ ഇതിനകത്ത് വാസ്തവം ഉണ്ടെന്നുള്ളതും നീതി ഉണ്ടെന്നുള്ളതും കൊണ്ടാണ്. അതേസമയം അവരുടെ മേൽ മറ്റ് പല സമ്മർദ്ദങ്ങളും ഉണ്ടാവും. പാർട്ടിയുടെ സമ്മർദ്ദമുണ്ട്, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സമ്മർദ്ദങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ഒരു നിലപാട് പറയാൻ പറ്റുന്നില്ല. പക്ഷേ അതേസമയം ബില്ല് ഇപ്പോൾ പുറത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അനുകൂലമായിട്ടുള്ളൊരു നിലപാട് തന്നെയായിരിക്കും കേരളത്തിൽ നിന്നുള്ള എംപിമാരെടുക്കുന്നതെന്ന് നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നു. കാരണം ഈ പ്രശ്നത്തിൽ വസ്തുതയുണ്ട് എന്നുള്ളത് അവർക്കെല്ലാവർക്കും അറിയാം. നീതിപൂർവകമായൊരു പരിഹാരം ഈ പ്രശ്നത്തിന് ഉണ്ടാകണമെന്നുള്ളതും അവർക്കറിയാം. മറ്റൊരു വഴി ഇനി മുൻപോട്ട് കാണാനായിട്ടില്ല. നമ്മൾ നിയമപരമായൊരു പരിരക്ഷ ലഭിച്ചെങ്കിൽ മാത്രമേ ഈ പ്രശ്നം പരിപൂർണമായിട്ട് പരിഹരിക്കപ്പെടുകയുള്ളൂ. താൽക്കാലികമായൊരു പരിഹാരമല്ല നമുക്ക് വേണ്ടത്. മുനമ്പത്ത് മാത്രം പ്രശ്നവുമല്ല, ഇത് ഇന്ത്യയെ മുഴുവൻ ബാധിക്കുന്ന പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് നിയമപരമായ പരിരക്ഷയോടുകൂടിയ ഒരു പരിഹാരത്തിന് വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കുന്നത്, ആവശ്യപ്പെടുന്നത്. ആ ഒരു ധാരണയിലേക്ക് എംപിമാർ എത്തിച്ചേർന്നിട്ടുണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. മറിച്ചൊരു രീതിയിലാണ് അവിടെ ഒരു പിന്തുണയ്ക്കുന്നതെങ്കിൽ, UDF എംപിമാർ പിന്തുണയ്ക്കുന്നതെങ്കിൽ ഏത് തരത്തിലായിരിക്കും പിന്നീടുള്ള KCBCയുടെ ഒരു നീക്കം? ക്രിയാത്മകമായ ഒരു നടപടി അല്ല ഉണ്ടാകുന്നതെങ്കിൽ നിശ്ചയമായിട്ടും തീരുമാനങ്ങൾ എടുക്കുന്നത് ജനം തന്നെയാണ്. അവിടുത്തെ സമരത്തിലായിരിക്കുന്ന ജനങ്ങൾ, അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം. അവർ നടപടികളെടുക്കും, അവരെ നമ്മൾ പിന്തുണയ്ക്കുകയും ചെയ്യും. തീർച്ചയായും വഖഫ് ബില്ല് പാർലമെന്റിലേക്ക് എത്താൻ ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് KCBC. കാരണം മുനമ്പൻ ജനത അനുഭവിക്കുന്ന ഒരു പ്രശ്നം, അല്ലെങ്കിൽ അവർ ദീർഘനാളായി അവർ സമരത്തിലാണ്, നിരാഹാര സമരത്തിലാണ്. സർക്കാർ പോലും കൈവിടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുമ്പോൾ അവർക്ക് ഇനി പ്രതീക്ഷ നമ്മുടെ എംപിമാരിൽ തന്നെയാണ്. നടക്കാൻ പോകുന്ന പാർലമെന്റ് ഈ ഒരു വഖഫ് ബില്ലിൽ തന്നെയാണ് ഏറെ പ്രതീക്ഷയോടെ അവർ കാത്തിരിക്കുന്നത്. ക്യാമറമാൻ KP ധനേഷിനോടൊപ്പം നവനേഷ്, ന്യൂസ് 18 കൊച്ചി. അതേസമയം അന്യായമായ വ്യവസ്ഥകൾ ഭേദഗതി ചെയ്തേ മതിയാകൂ എന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ പ്രതികരിച്ചു. മുനമ്പത്തെ ജനങ്ങൾക്ക് അവരുടെ വസ്തുവകകളിന്മേലുള്ള അവകാശം ലഭിക്കണമെങ്കിൽ അന്യായമായ വ്യവസ്ഥകൾ ഭേദഗതി ചെയ്തേ മതിയാവും. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുകളിൽ ഒരു നിയമവും ഈ രാജ്യത്തില്ല എന്നുള്ളത് നമ്മളൊക്കെ അംഗീകരിച്ചേ മതിയാവും. ഈ ഭേദഗതി നമ്മൾ അനുകൂലിക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയെ തന്നെയാണ് നമ്മൾ ഉയർത്തി കാണിക്കുന്നത്. വഖഫ് ബോർഡിൻ്റെ അന്യായമായ ഭരണഘടനയ്ക്ക് മുകളിലുള്ള അവകാശങ്ങളല്ല പ്രധാനപ്പെട്ടത്. ഈ നാട്ടിലെ സാധാരണക്കാരന് ഭരണഘടന അനുവദിക്കുന്ന അവകാശങ്ങളാണ് പ്രധാനപ്പെട്ടത്. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, ലോക്സഭയിലെ ഇപ്പോഴത്തെ ഒരു കക്ഷി നില വെച്ച് ഈ ഭേദഗതി ബിൽ പാസ്സാക്കിയെടുക്കാൻ NDAക്ക് വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷെ അപ്പോഴും വലിയ പ്രശ്നമുണ്ടാകാൻ പോകുന്നത് ഈ വിഷയത്തിൽ ആരൊക്കെ പിന്തുണയ്ക്കും, ആരൊക്കെ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുമെന്ന് കത്തോലിക്ക സഭ ഒരു വെല്ലുവിളിയായി തന്നെ ചോദിക്കുകയാണ്. അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് കോൺഗ്രസിനെയും ഒപ്പം കേരള കോൺഗ്രസിനെയുമാണ്. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി എതിർക്കുമെന്ന് പറയുമ്പോഴും ഈ അവസാന മണിക്കൂറുകളിലും നമ്മളോട് പ്രതികരിക്കുന്നത് അവർ ഈ ഭേദഗതിക്കൊപ്പം നിൽക്കും അവരെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. അങ്ങനെ ഒരു ആത്മവിശ്വാസം അവർക്ക് ഇപ്പോഴും ഉണ്ടോ, അതോ ഇതൊരു വെല്ലുവിളിയുടെ സ്വരത്തിൽ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് പോലെ നിൽക്കട്ടെ എന്നാണോ സഭയുടെ നിലപാട്?
ശ്രീജ, കത്തോലിക്ക കോൺഗ്രസും KCBCയും ഒരു താക്കീത് അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് തന്നെയാണ് കേരളത്തിലുള്ള MP-മാർക്ക് നൽകിയിരിക്കുന്നത്. അവർ കഴിഞ്ഞ മണിക്കൂറുകളിൽ പോലും ഈ MP-മാരുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. അവരോട് മുനമ്പം ജനതയുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മുനമ്പം ജനത അനുഭവിക്കുന്നത് പോലെയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങൾക്കൊപ്പം തന്നെ നിൽക്കണമെന്നൊരു നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, മുനമ്പം ജനതയുടെ സമരം അത് 172 ദിവസം പിന്നിടുമ്പോഴും അവരിപ്പോഴും പ്രതീക്ഷയിലാണ്. ഇനി 12 മണിക്ക് ഈ ബില്ല് സഭയിൽ ചർച്ചയ്ക്കെടുക്കും. അതിലേറെ പ്രധാനപ്പെട്ടത് കേരളത്തിലെ MP-മാരുടെ നിലപാട് എന്താകുമെന്നൊരു പ്രതീക്ഷയിലാണ്. കാരണം ഇവിടെ നിന്ന് പോയ MP-മാർ ഈ മുനമ്പം ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇവിടെ എത്തി അവരുടെ സമരത്തിൽ പങ്കെടുത്ത് അവരുടെ പ്രശ്നങ്ങൾ കേട്ട് സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചു പോകുന്ന MP-മാരെല്ലാം അവിടെ ചെന്ന് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നറിയുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇവരെല്ലാം. പക്ഷേ അവസാന നിമിഷം പോലും MP-മാർ, കേരളത്തിൽ നിന്നുള്ള MP-മാർ, അത് ഹൈബീഡൻ MP ഉൾപ്പെടെയുള്ളവർ ഞങ്ങൾക്ക് അനുകൂലമായി തന്നെ നിൽക്കും എന്നൊരു നിലപാടിൽ തന്നെയാണ്, അങ്ങനെ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോഴും അവർ ഉറച്ചു നിൽക്കുന്നത്. കാരണം അത്രയേറെ പോരാട്ടമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെയും ഈ BJP അടക്കമുള്ള BJPയിലെ പ്രമുഖരായിട്ടുള്ള നേതാക്കൾ, സുരേഷ് ഗോപി MP ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോൾ ഈ മറ്റ് പ്രതിപക്ഷ നേതാക്കന്മാരൊക്കെ പറയുന്നത് ഒരു രാഷ്ട്രീയ മുതലെടുപ്പായാണ് BJP മുനമ്പത്തെ കണക്കാക്കുന്നതെന്ന്. അപ്പോഴും അവർ പറയുന്നു, ഞങ്ങൾക്കൊപ്പം നിൽക്കുന്നത് ആരാണോ അവർക്കായിരിക്കും ഇനി ഞങ്ങൾ വോട്ട് ചെയ്യുക, അവർക്കൊപ്പമായിരിക്കും ഞങ്ങളും നിൽക്കുക എന്നൊരു നിലപാടാണ് മുനമ്പം ജനതയായിക്കോട്ടെ, ക്രൈസ്തവ സഭയിലെ വിവിധ മതമേലധ്യക്ഷന്മാരായിക്കോട്ടെ, അവരെല്ലാവരും നിലപാടെടുക്കുന്നത്. അവസാന നിമിഷവും ഈ സഭയിൽ ബില്ല് അവതരിപ്പിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഹൈബീഡൻ MP-ക്കെതിരെ ഇന്നലെയും അദ്ദേഹത്തിൻ്റെ ഓഫീസിന് മുന്നിൽ പോസ്റ്റർ അടക്കം പതിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. മറ്റ് MP-മാർക്കെതിരെയൊക്കെ വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടാകുന്നു. കാരണം ഇന്ത്യ സഖ്യം നിലപാട് ഈ ബില്ലിനെ എതിർത്താണ് നിലപാടെടുക്കുക എന്നൊരു കാര്യം ഇപ്പോഴേ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷേ അത് കേരളത്തിലെ MP-മാരെ സംബന്ധിച്ച് അത് വലിയ ഒരു പ്രതിസന്ധി ഘട്ടമാണ്. കാരണം അവർക്ക് തിരിച്ച് മുനമ്പം ജനതയെ എങ്ങനെ അഭിമുഖീകരിക്കും, അല്ലെങ്കിൽ കേരള ജനതയോട് എന്ത് പറയും എന്നൊരു കാര്യം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ തന്നെ MP-മാർക്കെതിരായിട്ടുള്ള പ്രതിഷേധം കേരളത്തിൽ നിന്നും ഉയർന്നു കഴിഞ്ഞു. ഈ മുനമ്പം പോലെ മറ്റ് ചില ക്രൈസ്തവ സഭയിലുള്ള അധ്യക്ഷന്മാരുൾപ്പെടെ അവർക്കൊരു താക്കീത് നൽകി കഴിഞ്ഞു. എന്തായാലും ഇനി എന്തായിരിക്കും ഇവരുടെ നിലപാട് എന്നാണ് ഇനി നോക്കി കാണേണ്ടത്. KCBCയും കത്തോലിക്ക കോൺഗ്രസും ഒക്കെ ഈ അവസാന മണിക്കൂറുകളിലും പ്രതീക്ഷിക്കുന്നത് ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്ന് അനുകൂലമായി, ഈ ബില്ലിന് അനുകൂലമായ ഒരു നിലപാട് ഉണ്ടാകുമെന്നാണ്. പക്ഷേ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ഈ ബില്ലിനെ എതിർക്കുമെന്ന് അറിയിച്ചു കഴിഞ്ഞു. ഇനി എന്തൊക്കെയാവും ഇതിൻ്റെ പ്രതിഫലനങ്ങൾ എന്നതാണ്, പ്രത്യേകിച്ച് മുനമ്പം സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ എന്തൊക്കെയായിരിക്കും ഇതിൻ്റെ പ്രതിഫലനങ്ങൾ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. മാറ്റങ്ങളുമായി എമ്പുരാന്റെ പുതിയ പതിപ്പ് തിയേറ്ററുകളിൽ എത്തിക്കഴിഞ്ഞു. ഇന്നലെ രാത്രി തിരുവനന്തപുരത്തെ ആർടെക് മോളിലാണ് ആദ്യമായി ചിത്രം റീ എഡിറ്റഡ് വേർഷൻ പ്രദർശിപ്പിച്ചത്. വിവാദങ്ങൾക്ക് പിന്നാലെ ചിത്രത്തിൽ 24 സീനുകളാണ് വെട്ടിയിട്ടുള്ളത്. നവമി ദിനേശ് തന്നെ വിവരങ്ങൾ നൽകുന്നു. നവമി, ഇന്നലെ രാത്രി പുതിയ എമ്പുരാൻ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. കൊച്ചിയിലേക്ക് രാവിലെ 9 മണിയോടെ എത്തിക്കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനിയിപ്പോൾ അവിടെ ഒരു പുതിയ തിരക്ക്, ഈ നല്ല തിരക്കായിരുന്നു. നമ്മൾ ആദ്യ ദിവസമൊക്കെ സംസാരിക്കുമ്പോൾ നല്ല തിരക്കായിരുന്നു. ഇനിയിപ്പോൾ എന്തൊക്കെ മാറ്റം ഉണ്ടാക്കിയെന്ന് കാണാൻ രണ്ടാമതും കുറെ പേർ വരുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായും ശ്രീജ, അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം. കാരണം എമ്പുരാൻ അണിയറ പ്രവർത്തകരെ സംബന്ധിച്ച് സിനിമ ഇതിനോടകം തന്നെ വലിയ സക്സസ് ആണ്. 200 കോടി കവിഞ്ഞു അതിൻ്റെ കളക്ഷൻ. ഇനി എന്തായാലും വെട്ടിയ ഭാഗം കാണുന്നതിന് വേണ്ടിയിട്ട് ആളുകൾ എത്തുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. എന്താണ് ഇതിൽ വരുത്തിയ മാറ്റമെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ആകാംക്ഷ പ്രേക്ഷകർക്കുണ്ടാകും. ഇന്ന് രാവിലെ 9 മണിയോടുകൂടി തന്നെ കൊച്ചിയിലെ വിവിധ തിയേറ്ററുകളിൽ ഈ വെട്ടിമാറ്റിയ പുതിയ പതിപ്പ്, റീ എഡിറ്റഡ് പതിപ്പ് പ്രദർശനം ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോഴും വലിയ തിരക്കാണ്, ഹൗസ്ഫുള്ളാണ്. വരും ദിവസങ്ങളിൽ അത് തന്നെ തുടരുമെന്നാണ് അണിയറ പ്രവർത്തകരും പ്രതീക്ഷിക്കുന്നത്. വിവാദങ്ങളൊക്കെ ഏതാണ്ട് കെട്ടടങ്ങിയ മട്ടാണ്. ഇനിയിപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട, അല്ലെങ്കിൽ അവരുടെ ആഗ്രഹപ്രകാരം ചില സീനുകളൊക്കെ വെട്ടിമാറ്റിയിട്ടുണ്ട്. ഇനിയൊരു പ്രശ്നങ്ങളിലേക്ക് പോകണ്ട എന്നൊരു നിലപാടിൽ തന്നെയാണ് ഈ സംഘപരിവാർ അനുകൂലികൾ ഉൾപ്പെടെ നിൽക്കുന്നത്. പക്ഷെ അപ്പോഴും മൗനം തുടരുന്നത് മുരളി ഗോപിയുടേതാണ്. അത് എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനം, അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്ന് കേൾക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷയിലാണ്. കാരണം മോഹൻലാലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇതുവരേക്കും അദ്ദേഹം ഷെയർ ചെയ്തിട്ടില്ല. അതിനുശേഷം അദ്ദേഹം ഈദ് മുബാറക്ക് വിഷ് ചെയ്തുകൊണ്ട് പോസ്റ്റ് ഇടുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അതിൻ്റെ താഴെയുമൊക്കെ നമുക്ക് നിരവധി കമൻറ്റുകളും കാണാം എന്താണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്ന് അറിയുന്നതിന് വേണ്ടി.
നമ്മൾ അദ്ദേഹവുമായി ബന്ധപ്പെടുമ്പോൾ പോലും പ്രതികരിക്കാൻ തയ്യാറല്ല, ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് അദ്ദേഹം ഉറച്ചു നിൽക്കുന്നത്. എമ്പുരാൻ വെട്ടിമാറ്റിയതിൽ മുരളി ഗോപിക്ക് അതൃപ്തി ഉണ്ടെന്ന് ചില അദ്ദേഹവുമായി ചേർന്ന് നിൽക്കുന്നവർ വ്യക്തമാക്കുന്നതുമുണ്ട്. പക്ഷേ ആന്റണി പെരുമ്പാവൂർ ഇന്നലെ പറഞ്ഞത് അങ്ങനെ ഒരാൾക്ക് എതിർപ്പുണ്ടെങ്കിൽ ഈ സിനിമയുടെ മാറ്റം അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് മാറ്റം വരുത്തുവാൻ കഴിയില്ല, അങ്ങനെ എല്ലാവരുടെയും ഒറ്റക്കെട്ടായിട്ടുള്ളൊരു തീരുമാനമാണ് ഇതെന്നാണ് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞു വെക്കുന്നത്. ഒപ്പം മൂന്നാം ഭാഗവും എമ്പുരാൻ മൂന്നാം ഭാഗവും ഉണ്ടാകും എന്ന് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. ഇനി പൃഥ്വിരാജിനും ഇതേ അഭിപ്രായമാണോ? മോഹൻലാലിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പൃഥ്വിരാജും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിനും ഇതിൽ കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ എന്നും കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. അതൊക്കെ വരും മണിക്കൂറിൽ ചിലപ്പോൾ അവരുടെയൊക്കെ പ്രതികരണം ഉണ്ടായേക്കും. എന്തായാലും 25 സീനുകളാണ് 25 ഇടങ്ങളിലാണ് വെട്ടിമാറ്റിയിരിക്കുന്നത്. ഏകദേശം 2 മിനിറ്റും 8 സെക്കൻഡ് മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും സംഘപരിവാറിനെ വിമർശിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത ചില ഭാഗങ്ങളാണ് മാറ്റിയിരിക്കുന്നത്. അതിൽ സുരേഷ് ഗോപി MP-യുടെ പേരുൾപ്പെടെ നന്ദിക്കാടിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് മാറ്റിയതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും എമ്പുരാൻ ഇപ്പോഴും പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ചരിത്രത്തിൽ എമ്പുരാൻ ഇടം നേടിയെന്ന് നിസ്സംശയം പറയാൻ കഴിയും. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. എമ്പുരാൻ വിവാദത്തിൽ പ്രതികരണവുമായി KCBC വക്താവ് തോമസ് തറയിൽ ന്യൂസ് 18-ൽ വന്നു. അദ്ദേഹം പറയുന്നത് സിനിമയെ സിനിമയായി കാണണമെന്നാണ്. സിനിമയിൽ ഒരു വിമർശനം ഉണ്ടായാൽ ഏതെങ്കിലും ഒരു മതത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ ഇല്ലാതാകുന്നില്ലെന്നും സിനിമ ബഹിഷ്കരിക്കണമെന്ന നിലപാടില്ലെന്നും തോമസ് തറയിൽ പറഞ്ഞു. സിനിമ എന്ന് പറയുന്നത് ഒരു വിനോദോപാധിയാണ്. അത് വാസ്തവത്തിൽ അങ്ങനെ തന്നെ കാണണം. സിനിമയെ സിനിമയായിട്ട് കാണുക, വിനോദത്തിന് വിനോദമായിട്ട് കാണുക. പക്ഷേ സിനിമയ്ക്ക് സന്ദേശങ്ങൾ നൽകുവാനുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു സിനിമയിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു എന്ന് വിചാരിച്ച് ക്രിസ്തു മതത്തിൻ്റെയോ അല്ലെങ്കിൽ ഹിന്ദു മതത്തിൻ്റെയോ ഇസ്ലാം മതത്തിൻ്റെയോ ഏത് മതത്തിൻ്റെയും ആയിക്കൊള്ളട്ടെ ആ മതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളൊന്നും ഇല്ലാതെ ആവുന്നില്ല. ഇതാരെങ്കിലും കുറച്ച് പേര് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നു പറയുന്നു എന്ന് വിചാരിച്ചിട്ടൊന്നും നമ്മളുടെ നിലപാടുകളിൽ ഒരു ഉറപ്പുള്ള വിശ്വാസികൾക്ക് നിലപാടുകളിൽ ഒരു മാറ്റവും ഉണ്ടാകത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് സിനിമ കാണണോ കാണണ്ടയോ എന്നുള്ളത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ തീരുമാനമാകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. സെക്രട്ടേറിയറ്റിനു മുന്നിലെ ആശാസമരത്തിൽ SUCI നേതാക്കൾക്കും മഹിളാ കോൺഗ്രസ് നേതാക്കൾക്കുമെതിരെ കേസെടുത്ത് കന്റോൺമെന്റ് പോലീസ്. പൊതുസ്ഥലം കയ്യേറി മാർഗതടസ്സം സൃഷ്ടിച്ചുവെന്നാണ് FIR-ൽ പറയുന്നത്. കന്റോൺമെന്റ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനും നിർദ്ദേശമുണ്ട്. അതേസമയം കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തിയ ശേഷം മന്ത്രി വീണ ജോർജ് ഇന്ന് തിരികെ എത്തും. വരും ദിവസങ്ങളിൽ ആശാ വർക്കർമാരുമായി ആരോഗ്യമന്ത്രി വീണ്ടും ചർച്ച നടത്തുമെന്നാണ് വിവരങ്ങൾ. ഡാൻ കുര്യൻ വിശദമായ വിവരങ്ങൾ നൽകും. ഡാൻ, ഇപ്പോൾ ഈ ആശാ സമരത്തിനെതിരെ കേസെടുത്തിട്ടുണ്ട്. അതിൽ കൃത്യമായി SUCI നേതാക്കൾക്കും മഹിളാ കോൺഗ്രസ് നേതാക്കൾക്കും എതിരെയാണെന്ന് അറിയുന്നു. എന്താണ് വിശദാംശങ്ങൾ? ശ്രീജ, കണ്ടാൽ അറിയാവുന്ന 1000 പേർക്ക് പുറമെ SUCI നേതാക്കളും സമരത്തിന് നേതൃത്വം നൽകുന്നവരുമായ S. ബിനി, ബിന്ദു, അതോടൊപ്പം തന്നെ ഷാജിർ ഖാൻ ഉൾപ്പെടെയുള്ള SUCI നേതാക്കൾ, അതോടൊപ്പം മഹിളാ കോൺഗ്രസിന്റെ 4 നേതാക്കൾ, ഇവർക്കെതിരെയാണ് നേരത്തെ, അതായത് മാർച്ച് മാസത്തിൽ നടന്ന ഒരു സംഗമവുമായി ബന്ധപ്പെട്ട് കന്റോൺമെന്റ് പോലീസ് നേരത്തെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. പക്ഷേ ആ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിന് വേണ്ടി കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ മഹിളാ കോൺഗ്രസ് നേതാക്കൾക്ക് ഉൾപ്പെടെ നോട്ടീസ് കൈമാറിയിരിക്കുന്നത്. കന്റോൺമെന്റ് SIയുടെ പേരിലാണ് ഈ നോട്ടീസ് അവർക്ക് ലഭിച്ചിരിക്കുന്നത് എന്നാണ് വിവരം. പക്ഷേ ഈ സമരപന്തലിലെ ആശാ വർക്കർമാർക്കും അതോടൊപ്പം തന്നെ SUCI നേതാക്കൾക്കും ഇതുവരെ ഈ നോട്ടീസ് ലഭിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. നമുക്ക് ഒപ്പം MA ബിന്ദു, സമരസമിതി നേതാവ്, ചേരുന്നു. പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇവിടെ സംഗമം നടന്നതുമായി ബന്ധപ്പെട്ടാണ് താങ്കളെ 1-ാം പ്രതിയാക്കിക്കൊണ്ട് കേസെടുത്തിരിക്കുന്നത്. ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ച ലെറ്റർ നിങ്ങൾക്ക് കിട്ടിയോ? മറ്റു ചിലർക്കൊക്കെ ഈ ലെറ്റർ കിട്ടിയിട്ടുണ്ട്? ഇല്ല, ഞങ്ങൾക്ക് ഇതുവരെ ഇവിടെ ലഭിച്ചിട്ടില്ല. അങ്ങനെ ഒരു നടപടിയായി അതാലോചിച്ച് ചെയ്യണമെന്ന് ആരുമല്ലേ, അതാലോചിച്ച് ചെയ്യും. തുടർ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും? എങ്ങനെയാണ്? ഇന്നത്തെ 52 ദിവസമാകുകയാണ്. ആരോഗ്യമന്ത്രി ഇന്നലെ ചർച്ച നടത്തിയതിനു ശേഷം വ്യക്തമാക്കിയത് വീണ്ടും അടുത്ത ദിവസം തന്നെ ചർച്ചയ്ക്ക് തയ്യാറാകുമെന്നാണ്. അതിനെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും നമ്മള് സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കണമെന്നും ഈ സമരം സെറ്റിൽ ചെയ്യണമെന്നുള്ളതല്ലേ നമ്മുടെ അഭിപ്രായം. നമ്മൾക്കൊരു പിടിവാശിയില്ല, സർക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണ്. നമ്മുടെ സമരം രാപ്പകൽ സമരവും നിരാഹാര സമരവും തുടരുകയാണ്. നമ്മുടെ ഡിമാൻഡ് അംഗീകരിക്കുന്നവരെ നമ്മൾ ഈ സമരമാർഗങ്ങളുമായിട്ട് ഇവിടെ ഉണ്ടാകും. കഴിഞ്ഞ ദിവസമാണ് തലമുണ്ടനം ചെയ്തുകൊണ്ട് വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് ആശാ വർക്കർമാർ കടന്ന. അതിന് മുൻനിരയിൽ നിന്നത് ഈ ചേച്ചിയാണ്. ഞങ്ങൾ വരുന്ന എല്ലാ ദിവസങ്ങളും ഇവിടെ കാണാൻ പറ്റും. ഇന്ന് കയ്യിലൊരു പേപ്പറൊക്കെ ഉണ്ട്. എന്താണിത്? വീട് ജപ്തി ചെയ്ത പേപ്പർ. ഞാൻ വീട് പണയം വെച്ചൊരു ചെറിയ വീട് വെച്ച് ജപ്തി
ജപ്തി നോട്ടീസ് ഞാൻ ഈ സമരവും തീർന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ കടവരേന്തലായിരിക്കും കിടക്കുന്നത്. ഞാനും എന്റെ കുടുംബവും. ദയവ് ചെയ്ത് എന്റെ വീട് എനിക്ക് എന്നെ ഒന്ന് സഹായിക്കും. ഇത് ഇളവ് ചെയ്ത് തരാനൊന്നും പറഞ്ഞില്ലേ? പറഞ്ഞില്ല, ഇത് അടയ്ക്കണമെന്ന് പറഞ്ഞ് എഴുതി തന്നതാ. നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞോ ഇക്കാര്യം? ബാങ്കിലെ ആരോടെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ബാങ്കിൽ ആരോടും അടയ്ക്കണമെന്ന് പറഞ്ഞു. എനിക്ക് അടയ്ക്കാൻ നിവർത്തിയില്ല. കിട്ടുന്ന തുച്ഛമായ പൈസ എന്റെ വീട്ടിൽ ചെലവിന് വണ്ടി കൂലിക്ക് പോലും തികയില്ല. 232 രൂപ. എന്റെ മോൻ കൂലിപ്പണിക്കാരനാണ്. എന്റെ ഭർത്താവിന് ഒരു കണ്ണ് കാഴ്ച മൊത്തവും പോയി, ഒരു കണ്ണാണെങ്കിൽ കാഴ്ച ശകലം കുറവാണ്. ഞങ്ങള് റേഷൻ അരിയും വെച്ച് എന്റെ ഈ ഒരു ഇതിലൊക്കെ തട്ടിമുട്ടി പോകുന്നത് വീട്. ഇങ്ങനെ ദയനീയമായ കാഴ്ചകളാണ് 52 ദിവസം പിന്നിടുമ്പോൾ വീണ്ടും ഒരു ആശാപ്രവർത്തകയ്ക്ക് കൂടി, ഈ സമരത്തിന് മുൻനിരയിൽ നിന്ന് നയിച്ചിരുന്ന ഒരു ആശാ വർക്കർക്ക് കൂടി ജപ്തി നോട്ടീസ് ബാങ്കിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. അടുത്ത ദിവസം പണമടച്ചില്ല എങ്കിൽ വീട് ജപ്തി ചെയ്യുമെന്നാണ് ബാങ്ക് അധികൃതർ അറിയിച്ചിരിക്കുന്നതെന്നാണ് വിടുമ്പിക്കൊണ്ട് ആശാ വർക്കർ നമ്മളോട് വ്യക്തമാക്കുന്നത്. ശ്രീജ, ഞാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ആശാ സമരവേദിയിൽ നിന്ന് നേരത്തെയും ഇതിന് സമാനമായ രീതിയിൽ ഒരു ആശാപ്രവർത്തക വലിയ വെല്ലുവിളി നേരിട്ടപ്പോൾ അവർക്ക് സഹായഹസ്തവുമായി ആളുകൾ എത്തിയിരുന്നു. സമാനമായ രീതിയിൽ 52ാമത്തെ ദിവസവും അവരവിടെ വന്ന് കിടക്കുന്നത് ജീവിതം അല്പം കൂടി മെച്ചപ്പെടാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്നറിയാനാണ്, അല്ലാതെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയല്ല. അതിനിടയിലാണ് അവർ ഇത്തരം വെല്ലുവിളി കൂടി നേരിടുന്നത്. തുച്ഛമായ ശമ്പളം വെച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിൽ എങ്ങനെ ഇനി ആ ജപ്തി നോട്ടീസിനെ നേരിടും എന്നതുകൂടി അവർക്ക് മറുപടി കണ്ടെത്തേണ്ടി വരുന്നൊരു കാര്യമാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് പൊതുസമൂഹം അവർക്കൊപ്പം നിൽക്കുന്നത്. ഇങ്ങനെ അന്നന്നത്തെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഷ്ടപ്പെടുന്ന സ്ത്രീകളായതുകൊണ്ടാണ് അവർക്കൊപ്പം നിൽക്കുന്നത്. ആ സമരത്തിനൊരു അന്ത്യം വേണമെന്നാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. എന്തായാലും കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കണ്ട ശേഷം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് മടങ്ങിയെത്തുന്നുണ്ട്. ഉടൻ തന്നെ ഇവരുമായി ഒരു ചർച്ച നടത്തുമെന്നും ഇവരുടെ പ്രശ്നം ഏതു വിധേനയും പരിഹരിക്കാനുള്ളൊരു നടപടി ഉണ്ടാകും എന്നുകൂടി നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റു വാർത്തകളിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്ന് കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവ് എന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ? 4ാമത്തെ പെഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ഞാൻ എവിടെ എത്തുമെന്ന് പറയുന്ന നായകനെ വേണ്ട എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എഴുന്നേറ്റ് വരാൻ ലഹരി ഒപ്പം വേണമെന്നും വിഷമത്തിലും സന്തോഷത്തിലുമെല്ലാം ലഹരി കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞ തലമുറയാണ് നമ്മുടേത്. ലഹരിക്ക് കുടുംബ സദസ്സുകളിൽ ഉണ്ടായിരുന്ന ടാബു പോലും തുടച്ചു കളഞ്ഞ തലമുറയാണ് നമ്മുടേത്. അച്ഛനും അമ്മയും കുട്ടികളുടെ മുന്നിലിരുന്ന് മദ്യപിക്കുന്ന കാലത്ത് ഇതിലും വലിയ ലഹരിയിലേക്ക് കടക്കരുതെന്ന് കുട്ടികളോട് ആ രക്ഷിതാക്കൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? നോക്കൂ, കൈവിട്ടു പോകുന്നത് നമുക്കാണ്. അതിന്റെ വലിയ വിപത്ത് അനുഭവിക്കുന്നത് പുതിയ തലമുറയും. ലഹരിക്ക് അടിമയാകാതിരിക്കൂ, സ്വതന്ത്രരാകൂ. ലിവ് ഫ്രീ, ലിവ് ഡ്രഗ് ഫ്രീ. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവ ലഹരി വേട്ടയുടെ വാർത്തകൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴയിൽ നിന്നാണ് വൻ ലഹരി വേട്ടയുടെ പുതിയ വാർത്ത വരുന്നത്. 2 കോടി രൂപ വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവുമായി യുവതി പിടിയിൽ. ചെന്നൈ സ്വദേശിനി ക്രിസ്റ്റീന എന്ന തസ്ലിമ സുൽത്താനയാണ് പിടിയിലായത്. തായ്ലൻഡിൽ നിന്നാണ് ഹൈബ്രിഡ് കഞ്ചാവ് ലഭിച്ചതെന്നാണ് സൂചന. ലഹരി വേട്ടയുടെ ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. ഇപ്പോഴത്തെ ആഭ്യന്തര വിപണിയിൽ ഈ ഹൈബ്രിഡ് കഞ്ചാവിന് ഏകദേശം 1 കിലോയ്ക്ക് 60 ലക്ഷം രൂപ വിലയുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് ഉദ്ദേശം 2 കോടി രൂപയ്ക്ക് മുകളിൽ വില വരുന്നതാണ്. ഇത് ഇന്ത്യയിൽ ഇത് ഉൽപ്പാദനം കുറവാണ്. ഇത് പ്രധാനമായിട്ടും വരുന്നത് തായ്ലൻഡിൽ നിന്നാണ് വരുന്നത്. ഇത് പ്രധാനമായും കഞ്ചാവിൻ്റെ അപേക്ഷിച്ച് ഏകദേശം ഒരു 10 മടങ്ങോളം ലഹരി കൂടുതലാണ് ഇതിന്. നമ്മളിപ്പോൾ ആധുനിക ഇപ്പോഴത്തുള്ള
ഈ സിന്തറ്റിക് ഡ്രഗ്സിനെക്കാട്ടിയും വില കൂടുതലാണ്. അതായത് MDMA പോലെയുള്ള രാസലഹരിയേക്കാൾ വില കൂടിയ ലഹരി വസ്തുവാണ്. അതെ അതെ അതെ, MDMA-ക്കാളും വില കൂടിയ കഞ്ചാവാണ് ഇപ്പോൾ ഹൈബ്രിഡ് കഞ്ചാവ്. വിദേശത്തു നിന്നായിരിക്കും അതെ വരുന്നത്. ഇത് നിയന്ത്രിത സാഹചര്യത്തിൽ എയർ കണ്ടീഷൻ ചെയ്ത റൂമിലാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൂടാതെ ഇതിനാവശ്യമായ വെള്ളവും വളവും എല്ലാം കൃത്യമായ അളവിൽ കൊടുക്കുന്നതനുസരിച്ച് ഇതിൻ്റെ ലഹരി കൂടും. ഇത് ഹൈഡ്രോപോണിക് സംവിധാനത്തിലാണ് സാധാരണ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് വിദേശത്ത് നിന്ന് വരുന്ന മാത്രമേ ഇവിടെ കൊണ്ടുവരാൻ കഴിയുന്നുള്ളൂ. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി. ശരണ്യ, 2 കോടി രൂപയെങ്കിലും വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. ഇവർ എവിടെ നിന്ന് വരുന്നതാണ്? ഏത് സംസ്ഥാനത്തു നിന്നുള്ള ആളാണ്? ഈ ആലപ്പുഴയിൽ ഇവരെത്തിയത് എങ്ങനെയാണെന്നാണ് മനസ്സിലാക്കുന്നത്? ശ്രീജ, വൻ ലഹരിവേട്ട തന്നെയാണ് ഇന്നലെ ആലപ്പുഴ എക്സൈസ് സ്ക്വാഡ് നർക്കോട്ടിക് CI മഹേഷ് നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പിടികൂടിയ ക്രിസ്റ്റീന എന്ന സ്ത്രീ. അവർ മലയാളിയാണ്, കണ്ണൂരാണ് ജനിച്ചു വളർന്നത്. പിന്നീട് ഇവർ ചെന്നൈയിലേക്ക് മാറുകയായിരുന്നു. ഇപ്പോൾ എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരികയാണ് എന്നുള്ളതാണ് എക്സൈസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്നലെ ഇവരെ പിടിക്കുന്നത് രാത്രി 12 മണിയോടുകൂടി ഇവരെ ആലപ്പുഴയിലെ ആലപ്പുഴ ബീച്ചിനോട് ചേർന്ന ഓമനപ്പുഴ തീരദേശത്തിനടുത്തുള്ള മാരാരി ഗാർഡൻ എന്നുള്ള ഒരു ഹോം സ്റ്റേയിലേക്കാണ് ഇവർ എത്തുന്നത്. ഈ ഹോം സ്റ്റേ കേന്ദ്രീകരിച്ച് സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ട് എന്നുള്ളത് പോലീസ് വിവരിക്കുന്നുണ്ട്, എക്സൈസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇതിൽ ഇവർ എറണാകുളത്ത് നിന്നും ആലപ്പുഴയിലേക്ക് ട്രാവൽ ചെയ്തെത്തിയത് 2 മക്കളുമായിട്ടാണ്, അതായത് ചെറിയ കുട്ടികളുമായിട്ടാണ് എത്തിയത്. പിന്നീട് അവരെ എക്സൈസ് സംഘം മാറ്റുകയും ചെയ്തു. ഇവരുടെ സഹായിയായി ഫിറോസ് എന്ന വ്യക്തിയും കൂടെ ഉണ്ടായിരുന്നു. അയാൾ ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശിയാണ്. ഇവരുടെ കയ്യിൽ നിന്ന് 3 കിലോ വരുന്ന ഹൈബ്രിഡ് കഞ്ചാവാണ് പിടികൂടിയത്. ഈ ഹൈബ്രിഡ് കഞ്ചാവിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് മാരക ലഹരി വസ്തുവാണ്. സാധാരണ കഞ്ചാവിനേക്കാൾ 20 മടങ്ങ് വീര്യം കൂടിയ കഞ്ചാവാണ് എന്നുള്ളതാണ്. വലിയ വിലയാണ്, ആഭ്യന്തര വിപണിയിൽ ഇതിന് വലിയ വിലയാണ് ഈടാക്കുന്നത്. മാത്രമല്ല MDMA പോലെയുള്ള രാസലഹരി വസ്തുക്കളേക്കാൾ വില കൂടിയ ലഹരി വസ്തുവാണ് ഹൈബ്രിഡ് കഞ്ചാവ് എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഇത് എയർപോർട്ടിലെ അറൈവൽ സമയത്തൊക്കെയാണ് പിടികൂടിയിട്ടുള്ളത്. പക്ഷേ ഇത്രയൊരു ലാർജ് ക്വാണ്ടിറ്റി പുറത്തേക്ക്, പ്രത്യേകിച്ച് സർക്കാരിൻ്റെ ഒരു ലഹരി വേട്ടയൊക്കെ നടക്കുന്ന ഘട്ടത്തിൽ തന്നെ പുറത്ത് വിതരണം ചെയ്യുന്നതിനായി ഇത്രയും ഒരു വലിയ ലാർജ് ക്വാണ്ടിറ്റി വരിക എന്നുള്ളത് അതാണ് ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മറ്റൊന്ന്, ഈ എറണാകുളം അടക്കമുള്ള സിനിമാ മേഖലകൾ കേന്ദ്രീകരിച്ച് കൃത്യമായി ബന്ധമുള്ള ആളാണ് ക്രിസ്റ്റീന എന്നുള്ളത് ഇവരുടെ ഫോൺ പരിശോധിച്ചപ്പോഴും ഒപ്പം തന്നെ ഇവർ നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിലും എക്സൈസ് സ്ഥിരീകരിക്കുന്നുണ്ട്. എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ അശോക് കുമാർ നേതൃത്വത്തിലുള്ള സംഘവും ഇന്നലെ രാത്രി അവിടെ എത്തിയിരുന്നു. ന്യൂസ് 18 ഈ ദൃശ്യങ്ങൾ ലഭ്യമാകുന്ന ഘട്ടത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം പിടികൂടിയിട്ടുണ്ട് എന്നുള്ളത് ഇവരുടെ തുടക്കം മുതൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. അതായത് ഇവരെ എറണാകുളത്ത് നിന്നൊരു വാഹനം ഒരു കാർ റെന്റിനെടുത്തിട്ടാണ് ഈ 2 കുട്ടികളുമായി സംശയിക്കാത്ത രീതിയിൽ ആലപ്പുഴയിലേക്ക് എത്തുന്നത്. പക്ഷേ നേരത്തെ ലഭ്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് ടീം ആലപ്പുഴയിൽ ഇവർക്കായി വല വിരിച്ചിരുന്നു. തുടർന്ന് ഇവർ വന്ന ആ മാരാരി ഗാർഡൻ എന്നുള്ള റിസോർട്ടിലേക്ക്, അതായത് ബീച്ചിനോട് തൊട്ട് ചേർന്നുള്ള റിസോർട്ടാണ്, അവിടേക്ക് എത്തിയപ്പോൾ തന്നെ ഇവരെ പിടികൂടുകയായിരുന്നു. ബാഗിൽ നിന്നാണ് 6ഓളം പാക്കറ്റുകളിലായാണ് ഇത് ഈ ഹൈബ്രിഡ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. നമ്പർ ഇട്ട് ആണ് ഇത് പാക്ക് ചെയ്തിരുന്നത്. മാത്രമല്ല ഇപ്പോൾ ഇത് തായ്ലാന്റിൽ നിന്ന് ലഭ്യമായിട്ടുള്ളത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. വിദേശത്തു നിന്നാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഹൈഡ്രോഫോണിക് രീതിയിൽ വളർത്തിയെടുക്കുന്ന കഞ്ചാവ് ചെടികളാണ്. അതായത് ഇതിന്റെ pH, ഇതിന് നൽകുന്ന വളങ്ങൾ, pH മൂല്യമുള്ള സാധനങ്ങൾ, ഇത് വെള്ളത്തിൽ വളർത്തുന്ന സാഹചര്യം, എയർ കണ്ടീഷൻ റൂമിൽ വളർത്തുന്നത്, അത്തരത്തിൽ അങ്ങനെ വളർത്തിയ ഒരു പ്രത്യേക രീതിയിൽ ഇതിന്റെ ആ ഒരു ലഹരിയുടെ അളവ് വീര്യം വർദ്ധിപ്പിക്കുന്ന രീതിയിൽ വളർത്തിയെടുത്തിട്ടുള്ള വളരെയധികം വിപണിയിൽ മൂല്യമുള്ള, എന്നാൽ ഒരു ഡോസേജ് വ്യത്യാസം വന്നാൽ മരണത്തിലേക്ക് വരെ നയിക്കാൻ കഴിവുള്ള ഒരു ലഹരി വസ്തുവാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ് എന്നുള്ളതാണ്. അത്തരത്തിൽ വലിയ അപകടകരമായ ലഹരി വസ്തു തന്നെയാണ്. അതുകൊണ്ട് തന്നെ എക്സൈസിന്റെ ഒരു വലിയ ക്യാച്ചാണ് ആലപ്പുഴ എക്സൈസ് ടീമിന്റെ എന്ന് തന്നെ നമുക്ക് പറയാം. ഇന്നലെ 1 മണിയോടുകൂടിയാണ് ഇവരുടെ മറ്റ് പ്രൊസീജിയറുകളൊക്കെ തന്നെ അവിടെ പൂർത്തീകരിച്ചത്. ആ പ്രൊസീജിയറുകൾ പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ നമ്മൾ എക്സൈസ് ടീമിനോടൊപ്പം അവിടെ ഉണ്ടായിരുന്നു. ഇവർ നൽകിയിട്ടുള്ള ഒരു മൊഴിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ തസ്ലീമ എന്ന് പറയുന്ന ക്രിസ്റ്റീന, ഇവർ നേരത്തെ ഒരു പെൺകുട്ടിക്ക്, സിനിമാ മോഹവുമായി എത്തിയ പെൺകുട്ടിക്ക് ലഹരി വസ്തു നൽകി
പീഡിപ്പിച്ച കേസിലെ പ്രതിയാണ് ഇവർ എന്നുള്ളതാണ്. അത്തരത്തിൽ സെക്സ് റാക്കറ്റുമായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആലപ്പുഴയിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ എക്സൈസ് സംഘം സ്ഥിരീകരിക്കുന്നത്. അത്തരത്തിൽ ഉള്ള അതായത് ലഹരി വസ്തുക്കൾ പെൺകുട്ടികളിലേക്ക് എത്തിച്ച് അവരെ വിൽപ്പന നടത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇവർ ആലപ്പുഴയിൽ വന്നത് എന്നുള്ളത് എക്സൈസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ആ ഒരു ലക്ഷ്യം കൂടി ഇതിന് പിന്നിലുണ്ട് എന്നുള്ളതാണ്. ഇവരിപ്പോൾ ആലപ്പുഴയിൽ എത്തിയിരിക്കുന്നത് ഇത് കാരിയറായിട്ടല്ല, മറിച്ച് ആലപ്പുഴയിൽ എത്തി വിതരണത്തിൽ ഏർപ്പെടുന്നതിന് വേണ്ടി തന്നെയാണ് ഇവർ എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഫോൺ ഇപ്പോൾ പോലീസ് പരിശോധിക്കുകയാണ്. പല സിനിമാ മേഖലയിലുള്ള പ്രമുഖരുമായുള്ള ഇവരുടെ സംഭാഷണങ്ങളും കാര്യങ്ങളും ഒക്കെ ഫോണിലുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഈ 3 കിലോ അതായത് 2 കോടി രൂപ വില മതിക്കുന്ന 3 കിലോ കഞ്ചാവാണ്, ഹൈബ്രിഡ് കഞ്ചാവാണ് ആലപ്പുഴയിൽ വിതരണം ചെയ്യാൻ എത്തിയത്. അതിനു മുമ്പ് ഇവർ കോഴിക്കോടും എറണാകുളത്തേക്കും ഈ കഞ്ചാവ് വിതരണം ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരവും നമുക്ക് ലഭ്യമാണ്. എന്തായാലും ആലപ്പുഴയിൽ വലിയ ഒരു കഞ്ചാവ് വേട്ട തന്നെയാണ് നടന്നിട്ടുള്ളത്. 2 കോടി രൂപ വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവാണ് പിടിച്ചെടുത്തിട്ടുള്ളത്. ആലപ്പുഴയിൽ വിതരണം ചെയ്യാൻ എത്തിച്ച അല്ലെങ്കിൽ കേരളത്തിൽ വിതരണം ചെയ്യാനായി എത്തിച്ച കഞ്ചാവുമായാണ് ചെന്നൈ സ്വദേശിയായ ക്രിസ്റ്റീന പിടിയിലായിട്ടുള്ളത്. ഇനി മറ്റൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലിലേക്കാണ്. താമരശ്ശേരിയിലെ ലഹരി മാഫിയ മയക്കുമരുന്ന് കടത്തിനായി ദുരുപയോഗം ചെയ്തുവെന്ന് യുവതിയുടെ വെളിപ്പെടുത്തൽ. സൗഹൃദം കാണിച്ച് അടുത്ത ബന്ധം സ്ഥാപിച്ച ലഹരി ഡീലറായ ഷിജാസ് തടവിലാക്കി ലഹരി കടത്തിന് ഉപയോഗിച്ചുവെന്ന് യുവതി ന്യൂസ് 18നോട് പറഞ്ഞു. സ്ത്രീകളുമായി യാത്ര ചെയ്യുമ്പോൾ പരിശോധനയിൽ ഇളവ് ലഭിക്കും. ഇത്തരത്തിൽ നിരവധി സ്ത്രീകൾ ലഹരി മാഫിയയുടെ കെണിയിൽപ്പെട്ടിട്ടുണ്ട്. ലഹരി കടത്തുകാരായി കുട്ടികളെ ഉപയോഗിക്കുന്നതിന്റെ തെളിവുകൾ കൈവശമുണ്ടെന്നും യുവതി ന്യൂസ് 18നോട് വെളിപ്പെടുത്തി. താമരശ്ശേരി മേഖലയിൽ പിടിമുറുക്കിയിരിക്കുന്ന ലഹരി മാഫിയെക്കുറിച്ചുള്ള വാർത്തകൾ ഓരോ ദിവസങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ലഹരി മാഫിയയുടെ ഇടപെടൽ നിരവധി ജീവനുകൾ നഷ്ടമാവുന്ന അവസ്ഥയിലേക്കും കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. പിടിയിലാവുന്ന ആളുകളുടെ എണ്ണവും വലിയ തോതിൽ വർദ്ധിക്കുന്നു. പക്ഷേ ഇവർ സ്ത്രീകളെ അടക്കം ഈ ലഹരി കടത്തിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഉപയോഗിച്ചിരുന്നു എന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വന്നത്. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം പിടിയിലായ താമരശ്ശേരിയിലെ ഷിജാസിനൊപ്പം കുറച്ചു നാളുകളെങ്കിലും പ്രവർത്തിക്കേണ്ടി വന്ന ഒരു യുവതിയാണ് നമുക്കൊപ്പമുള്ളത്. എന്തായാലും നമുക്ക് അവരിലേക്ക് തന്നെ പോകാം. എങ്ങനെയാണ് ഈ ലഹരി മാഫിയക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കേണ്ട അല്ലെങ്കിൽ അവരുടെ കൂടെ പോകേണ്ടി വന്ന ഒരു സാഹചര്യം വന്നത്? ആദ്യം നല്ല സുഹൃത്തുക്കളായിരുന്നു ഞങ്ങൾ. അതിനുശേഷമാണ് ഇയാൾ ഈ ലഹരിയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നത്. ലഹരി ഉപയോഗവും പിന്നെ അത് വിൽപ്പനയായിരുന്നു ഇയാൾ. അതിന് മെയിനായിട്ട് അയാൾ ഇന്നെ യൂസ് ചെയ്ത ഒരു ലേഡി ഉണ്ട് എങ്കിൽ അയാൾക്ക് സേഫായിട്ട് ഇത് ചെയ്യാം എന്നുള്ളൊരു ചിന്ത കൊണ്ടാണെന്ന എൻ്റെ ഒരു തോന്നല്. കാരണം രാത്രികാലങ്ങളിൽ അയാളെ യാത്രകളിൽ വണ്ടിയിൽ എന്നെയും കൊണ്ടുപോവുക. എന്നാലും ഒരു ഫാമിലി പോകുന്ന മാതിരിയാണ്. പോലീസിന്റെ മുന്നിലൊക്കെ ആണെങ്കിലും ഫാമിലി പോകുന്ന അതേമാതിരി വാടകയ്ക്ക് പല സ്ഥലങ്ങളിലായിട്ട് റെന്റിന് വീടെടുക്കുകയും അവിടെയൊക്കെ ഒരു ഫാമിലി രൂപത്തിലാണ് താമസം ഉണ്ടായിരുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യിച്ചിട്ടുണ്ട്? ഇങ്ങനെ എവിടൊക്കെ പോയിട്ടുണ്ട്? എന്തൊക്കെ? ഇല്ല, എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതായിട്ടൊന്നുമില്ല. പക്ഷെ ഓരോ യാത്രകളിൽ എന്താ പറയാ എന്നെ ഫ്രണ്ടിൽ ഇരുത്തും എന്നുള്ളതല്ലാതെ വേറെ ഒന്നും എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതായിട്ടില്ല. പക്ഷെ അതേമാതിരി തന്നെ വാടകയ്ക്കാണെങ്കിലും വീടെടുക്കുന്ന സമയത്ത് എന്റെ പേരിലാണ് വാടകയ്ക്ക് എടുക്കാറ്. ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഇവിടെ പ്രധാനമായിട്ട് ഈ വിൽപ്പന കേന്ദ്രീകരിച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് പോകുമ്പോൾ മനസ്സിലാവുമല്ലോ. അമ്പായത്തോട്, പൂനൂര്, വട്ടോളി ആ ഒരു ഭാഗങ്ങളിലാണ് ഞാൻ കണ്ടത് കൂടുതലും. ഡി-അഡിക്ഷൻ സെന്ററിൽ പോയി വന്നതിന് ശേഷമാണ് അയാൾക്ക് കുറച്ചുകൂടി കോൺഫിഡന്റ് കൂടിയത്. അയാൾ പറഞ്ഞത് ഞാൻ മെന്റൽ ആണ് എനിക്ക്, അതുകൊണ്ട് പിന്നെ ഞാൻ ഇതിന് അഡിക്റ്റഡ് ആണ്. അത് ഞാൻ ഡി-അഡിക്ഷൻ സെന്ററിൽ പോയത് കൊണ്ട് എനിക്ക് ആ ഒരു കാരണം കൊണ്ട് എനിക്ക് ഇത് കിട്ടും. പോലീസ് പിടിച്ചാലും എനിക്ക് പറയാം ഇത് ഞാൻ യൂസ് ചെയ്യാം, ഇതിന് അഡിക്റ്റഡ് ആണ് എന്നുള്ളത് പറയാം. ഇതുകൊണ്ട് ഞാൻ ഡി-അഡിക്ഷൻ സെന്ററിൽ പോയിട്ടുള്ള പേപ്പർ എൻ്റെ അടുത്തുണ്ട്. എനിക്കൊരു മഞ്ഞ കാർഡ് ഉണ്ട്, എനിക്ക് ഭ്രാന്തിനുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് പ്രശ്നമല്ല എന്നായിരുന്നു അയാൾ അഹങ്കാരം. ആക്രമിക്കുമായിരുന്നു ശാരീരിക പീഡനം? തീർച്ചയായിട്ടും എന്നെ അവർ പുറത്തേക്ക് പോവുകയാണെങ്കിലും കെട്ടിട്ടിട്ട് അധിക സമയം അവർ വീട്ടിലുണ്ടാവും. 1 മണിക്കൂറിലധികം അയാൾ പുറത്തേക്ക് പോവില്ല. 24 മണിക്കൂർ എന്ന് പറയുമ്പോൾ വീട്ടിലുണ്ടാവും. അതിലൊരു മണിക്കൂർ ഉണ്ടാവില്ല പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ. ആ ഒരു സമയത്തേക്ക് ഞാൻ പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ ബെഡ്റൂമിൽ ക്യാമറ ഉണ്ടാവും. പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ കിച്ചന്റെ ഭാഗം ഒരു ഡോഗ് ഉണ്ടാവും, ഫ്രണ്ടിലൊരു ഡോഗ് ഉണ്ടാവും. അപ്പോൾ ഇതൊന്നും കവർ ചെയ്ത് എനിക്ക് പുറത്തേക്ക് എടുക്കാനുള്ള സാഹചര്യമില്ല. ഡൈനിങ് ഹാളിൽ ക്യാമറ ആണ്. പിന്നെ പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു പുറകുവശത്തും ക്യാമറ ആണ്. ലഹരി മാഫിയ ഇതുപോലെ നിങ്ങളെ പോലുള്ള മറ്റു പലരെയും സ്ത്രീകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? ഉണ്ട്, പല സ്ത്രീകളും എന്റെ കീഴിലുണ്ട്. അതെനിക്കറിയാം. പേരൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഈ അടിവാരം സ്വദേശത്ത് തന്നെയുള്ള പല സ്ത്രീകളും ഉണ്ട്. നെറ്റ്വർക്കിലുണ്ട്? തീർച്ചയായിട്ടും ഉണ്ട്.
കുട്ടികളെയും സ്ത്രീകളെയൊക്കെ ആയിട്ട് പോകുമ്പോൾ പെട്ടെന്ന് ആളുകൾ ധരിക്കും ഇത് കുടുംബമാണ് പരിശോധിക്കേണ്ടതെന്ന്. അതെ, ഫാമിലി എന്നുള്ള രീതിയിലാണ് ഇവന് എന്താ പറയാ, ആ രീതിക്ക് വേണ്ടിയിട്ടാണ് ഇവന് പെണ്ണുങ്ങളെ യൂസ് ചെയ്യുന്നത്. എന്തായാലും കൃത്യമായ വിവരങ്ങളാണ് നൽകുന്നത്. ഈ കുട്ടികളെയും കുടുംബത്തെയും പ്രത്യേകിച്ച് സ്ത്രീകളെയും ഒക്കെ ഉപയോഗിച്ച് ലഹരി മാഫിയ, ലഹരി കടത്തുന്ന ഒരുപാട് വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. എന്തായാലും ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്ന ഒരു കേന്ദ്രമായി മാറിയിരിക്കുന്ന താമരശ്ശേരിയിൽ തന്നെ ഇതിനുള്ള കൃത്യമായ തെളിവുകളുണ്ട്. ഇനി അന്വേഷണം ഊർജിതമാക്കുകയാണ്. അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കാൻ തയ്യാറാണ് എന്നുമാണ് ഇവർ പറയുന്നത്. ജീവൻ വലിയ ഭീഷണിയുണ്ട്. പക്ഷേ ജീവൻ നഷ്ടമാകുന്നെങ്കിൽ പോലും ഈ ലഹരി മാഫിയോട് ഒത്തുപോകാൻ ഇനി കഴിയില്ല എന്ന് തന്നെയാണ് ഇവർ വ്യക്തമാക്കുന്നത്. കരുനാഗപ്പള്ളി ജിം സന്തോഷ് വധക്കേസിലെ മുഖ്യ സൂത്രധാരൻ പങ്കജ് മേനോൻ പിടിയിൽ. ഇന്ന് പുലർച്ചെ കല്ലമ്പലത്ത് വെച്ച് കരുനാഗപ്പള്ളി പോലീസാണ് ഇയാളെ പിടികൂടിയത്. പങ്കജിനെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുകയാണ്. ഇതോടെ 7 പേർ കേസിൽ പിടിയിലായി. വിനീഷ് കൊട്ടാരക്കരയിൽ നിന്ന് വിവരങ്ങളുമായി വിനീഷ് ചേരുന്നു. വിനീഷ്, കഴിഞ്ഞ ഈ കൊലപാതകം നടന്ന ഇത്രയും ദിവസമായി ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി അല്ലെങ്കിൽ ഇത് സൂത്രധാരൻ എന്നറിയപ്പെടുന്ന ഈ പങ്കജിനെ പിടികൂടാനായിരുന്നില്ല. എവിടെ വെച്ചാണ് ഇയാൾ പിടിയിലായത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇന്ന് പുലർച്ചെ 3:30 കൂടിയാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ സ്പെഷ്യൽ ടീം പങ്കജിനെ പിടികൂടിയത്. രഹസ്യവിവരത്തെ തുടർന്നുള്ള ഒരു പരിശോധനയിലായിരുന്നു പങ്കജിനെ പിടികൂടാൻ സാധിച്ചതെന്നാണ് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത്. ഈ കരുനാഗപ്പള്ളി ജിം സന്തോഷ് കൊലപാതക കേസിലെ മുഖ്യ സൂത്രധാരനാണ് പങ്കജ്. പങ്കജിനായുള്ള വലിയ രീതിയിലുള്ള അന്വേഷണങ്ങൾ നടത്തിയിരുന്നു. അതുപോലെ തന്നെ 1ാം പ്രതി എന്ന് പോലീസ് പറയുന്ന അലുവ അതുലിനായിട്ടുള്ള അന്വേഷണവും നടക്കുന്നു. ഈ കൃത്യത്തിൽ കൊട്ടേഷൻ നൽകിയതെന്ന് സംശയിക്കുന്ന ആളാണ് ഈ പങ്കജ്. പങ്കജിനെ പിടികൂടിയതോടുകൂടി ഈ കേസിൽ കൂടുതൽ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാകുമെന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. പോലീസിനെ ഇപ്പോൾ പങ്കജിനെ ഇപ്പോൾ ഉന്നത പോലീസ് അധികാരികൾ ചോദ്യം ചെയ്തു വരുന്ന സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും ഇതോടുകൂടി ഈ കേസിൽ പിടിയിലായവരുടെ എണ്ണം 7ആയി മാറുന്നു. 6 പേരാണ് കേസിൽ ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കുള്ള 4 പേരും അതുപോലെ തന്നെ കൃത്യത്തിനെ സഹായിച്ച 2 പേരും ഇപ്പോൾ കൊട്ടേഷൻ നൽകിയതായി സംശയിക്കപ്പെടുന്ന ഒരാളും, അങ്ങനെ 7 പേരാണ് ഇപ്പോൾ കേസിൽ പിടിയിലായിരിക്കുന്നത്. ശ്രീജ, ഈ കൂടുതൽ വ്യക്തത വരാനിരിക്കുന്നു. കൂടുതൽ അന്വേഷണത്തിലേക്ക് തന്നെ നീങ്ങുന്നു. ഈ കേസിൽ ഒളിവിൽ കഴിയുന്ന 2 പേർക്കായിട്ടുള്ള അന്വേഷണം ഇപ്പോഴും തുടരുന്ന സാഹചര്യമാണ് ഉള്ളത്. അലുവ അതുലും അതുപോലെ തന്നെ അയാളുടെ സഹായി ഡ്രൈവർ എന്ന് സംശയിക്കുന്ന ഒരാളും സാമുവൽ എന്നാണ് അയാളുടെ പേര്. അങ്ങനെ 2 പേർക്കെതിരെയുള്ള അന്വേഷണം ഇപ്പോൾ തുടരുന്നു. ശ്രീജ, വിനീഷ്, മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് കൊല്ലം പെരുമണ്ണിൽ ദമ്പതികളെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയതാണ്. ഈ മരിച്ചവരെ തിരിച്ചറിഞ്ഞു? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രീജ, ഇതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ പങ്കുവെക്കുന്ന ദുഃഖകരമായ ഒരു വാർത്തയാണ്. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം തന്നെ കാണാൻ ഇടയായത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആകാം ട്രെയിനിടിച്ച് മരിച്ചതെന്നാണ് സംശയിക്കപ്പെടുന്നത്. എന്തായാലും അഞ്ചാലുമൂട് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. പെരുമണിലാണ് ദമ്പതികളെ ട്രെയിനിടിച്ച് മരിച്ച നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. പെരുമൺ കോട്ടമലയിൽ വീട്ടിൽ അഭിലാഷ് അതുപോലെ തന്നെ ഭാര്യ അശ്വതി എന്നിവരാണ് ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോലീസ് ഉടനെ തന്നെ ഇവിടെ എത്തുകയും അതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ജില്ലാ ആശുപത്രിയിലാണ് ഇവരുടെ മൃതശരീരം സൂക്ഷിച്ചിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം ബന്ധുമിത്രാദിലേക്ക് വിട്ടു നൽകും. വളരെ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് നമുക്ക് രാവിലെ ഇതോടൊപ്പം തന്നെ പങ്കുവെക്കാനുള്ളത്. കൊല്ലം പെരുമണ്ണിലാണ് ദമ്പതികളെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവരങ്ങളാണ് വിനീഷ് നൽകിയത്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്ന് കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവ് എന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ? 4ാമത്തെ പെഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ഞാൻ എവിടെ എത്തുമെന്ന് പറയുന്ന നായകനെ വേണ്ട എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എഴുന്നേറ്റ് വരാൻ ലഹരി ഒപ്പം വേണമെന്നും വിഷമത്തിലും സന്തോഷത്തിലുമെല്ലാം ലഹരി കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞ തലമുറയാണ് നമ്മുടേത്. ലഹരിക്ക് കുടുംബ സദസ്സുകളിൽ ഉണ്ടായിരുന്ന ടാബു പോലും തുടച്ചു കളഞ്ഞ തലമുറയാണ് നമ്മുടേത്. മധുരയിൽ ചെങ്കൊടിയേറ്റം.
CPM-ന്റെ 24-ാം പാർട്ടി കോൺഗ്രസിന് മധുരയിൽ ഇന്ന് കൊടിയുയരുകയാണ്. മുതിർന്ന അംഗം ബിമൻ ബസു പാർട്ടി പതാക ഉയർത്തും. പ്രതിനിധി സമ്മേളനം പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. വിവരങ്ങളുമായി വി അരുൺ ചേരുന്നു. അരുൺ, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇന്നത്തെ സമ്മേളന നടപടികളെക്കുറിച്ച്, മറ്റൊന്ന് ഈ സംഘടനാ റിപ്പോർട്ടിനെ കുറിച്ച്. സംഘടനാ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളൊക്കെ അവിടെയായി വരുന്നുണ്ട്. പല കാര്യങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. സമ്മേളന നടപടികൾ എപ്പോഴൊക്കെയാണ്, എന്തൊക്കെയാണ്, ഒപ്പം സംഘടനാ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് പുറത്തു വരുന്നത്? സമ്മേളന നടപടികൾ ഔദ്യോഗിക അല്പസമയത്തിനകം ആരംഭിക്കും. സീതാറാം യെച്ചൂരി പ്രമുഖ ഗ്രൗണ്ടിലെ അല്പസമയത്തിനെ മുതിർന്ന നേതാവ് ബിമൻ ബസു പാർട്ടി പതാക ഉയർത്തും. അതോടുകൂടി പാർട്ടി കോൺഗ്രസിന് 24-ാം പാർട്ടി കോൺഗ്രസിന് ഔദ്യോഗിക തുടക്കമാകും. അതിനുശേഷം പ്രതിനിധി സമ്മേളനമാണ്. പ്രതിനിധി സമ്മേളനം CPM-ന്റെ പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. ആ സമ്മേളനത്തിൽ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് BD രാഘവലുവാണ്. അദ്ദേഹം മുതിർന്ന PB അംഗമാണ്. രാഘവലു സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കുമ്പോൾ തന്നെ സ്വാഭാവികമായി ചില അഭ്യൂഹങ്ങൾ ഉയരുന്നത്, നേരത്തെ ഹൈദരാബാദിലടക്കം പാർട്ടി കോൺഗ്രസിന് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചത് ജനറൽ സെക്രട്ടറി ആകുമെന്ന ചർച്ചകൾ പേര് വന്ന സീതാറാം യെച്ചൂരിയായിരുന്നു. പിന്നീട് അദ്ദേഹം തന്നെ അവിടെ ജനറൽ സെക്രട്ടറി ആവുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ഇവിടെയും ഈ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന നേതാവ് തന്നെ പാർട്ടിയുടെ അടുത്ത ജനറൽ സെക്രട്ടറി മാറുമോ എന്ന കാര്യമാണ് അറിയേണ്ടത്. അത്തരം സൂചനകളാണ് ഇവിടെ ലഭിക്കുന്നത്. അങ്ങനെ അല്ലെങ്കിൽ മലയാളിയായ PB അംഗം MLA-യുടെ പേരും സജീവമായി തന്നെ പരിഗണനയിലുണ്ട്. ഏതായാലും ജനറൽ സെക്രട്ടറി ആയിരുന്ന കാര്യത്തിൽ 5-ാം തീയതിയോടുകൂടി മാത്രമേ വ്യക്തത വരൂ. CPM സ്വാഭാവികമായ അത്തരത്തിൽ ഒരു സൂചന നേതൃതലങ്ങളിലുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു വിവരം ഇതുവരെ കൃത്യമായി വരെ ലഭ്യമാകുന്നില്ല. അല്പസമയത്തിൽ പ്രകാശ് കാട്ട് അടക്കമുള്ള നേതാക്കൾ ഈ സമ്മേളന വേദിയിലേക്ക് എത്തുകയാണ്. പ്രകാശ് കാട്ട് അടക്കമുള്ള നേതാക്കൾ എത്തുന്നു. അല്പസമയത്തിനകം പാർട്ടി പതാക ഇവിടെ ഉയരും. അതിനുശേഷം പ്രതിനിധി സമ്മേളനവും ആരംഭിക്കും. രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിക്കുന്നത് പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടാണ്. സംഘടനാ റിപ്പോർട്ട് രാഘവലുവും അവതരിപ്പിക്കും. സംഘടനാ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. അതിൽ പാർട്ടിയുടെ ഇപ്പോഴത്തെ സ്ഥിതി വ്യക്തമാക്കുന്ന കൃത്യമായ സ്വയം വിമർശന റിപ്പോർട്ട് കൂടിയാണ് CPM ഇന്ന് രാഘവലു അവതരിപ്പിക്കാൻ പോകുന്ന സംഘടനാ റിപ്പോർട്ട്. കേരളത്തിൽ മാത്രമാണ് CPM-ന് ഇപ്പോൾ ശക്തിയുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിൽ ത്രിപുരയും ബംഗാളും അടക്കം ത്രിപുരയിൽ 20% മുകളിൽ വോട്ട് വിഹിതമുണ്ട്. എങ്കിൽ പോലും അവിടെയും തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കാനാകാത്ത സാഹചര്യമുണ്ട്. പാർട്ടിക്ക് വളർച്ചയുള്ള അല്ലെങ്കിൽ പാർട്ടി തളരാതെ പോകുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളമെന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെയാണ് റിപ്പോർട്ടിലെ പരാമർശങ്ങൾ. ആശാ പ്രവർത്തകരെ പാർട്ടിയുമായി ചേർത്ത് നിർത്താൻ കഴിയുന്നില്ല. ഈ അത്തരം വിഭാഗങ്ങൾ സ്ട്രീം വർക്കേഴ്സിന് വേണ്ടി വലിയ നിയമ പോരാട്ടങ്ങളും രാഷ്ട്രീയ സമരങ്ങളും നടത്തിയ പാർട്ടിയാണ് CPM. എങ്കിലും അവരെ പാർട്ടിക്കൊപ്പം നിർത്താൻ കഴിയില്ല. പകരം പാർട്ടി ശത്രുക്കളുടെ കയ്യിലേക്കാണ് അവർ പോകുന്നതെന്ന വിമർശനം ഈ റിപ്പോർട്ടിന്റെ ഭാഗമായുണ്ട്. പാർട്ടിയുടെ കേരള ഘടകത്തിന് റിപ്പോർട്ടിൽ അഭിനന്ദനമുണ്ട്. കാരണം കേരളം മാത്രമാണ് പാർട്ടിക്ക് ആ രീതിയിൽ സ്വാധീനമുള്ള മേഖല. ഏതായാലും രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ട് ഇന്ന് അവതരിപ്പിക്കും. അതിന്മേൽ ചർച്ചകളും ആരംഭിക്കും. നാളെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനും പങ്കെടുക്കുന്ന സെമിനാറുമുണ്ട്. അത്തരത്തിൽ വിപുലമായ പരിപാടികളാണ് പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അല്പസമയത്തിനകം പാർട്ടി പതാക ഉയർത്തും. ഇതോടൊപ്പം മറ്റൊരു വാർത്ത അവിടെ നിന്ന് വരുന്നത്, അരുൺ, ഈ രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന UK-യിൽ നിന്നുള്ള പ്രതിനിധിയെ ഒഴിവാക്കിയെന്നതാണ്. പാർട്ടിക്ക് ലഭിച്ച പരാതിയെ തുടർന്നാണെന്ന് അറിയുന്നു. എന്താണ് ഈ രാജേഷ് കൃഷ്ണക്കെതിരായ പരാതി? നമുക്ക് അറിയാം, ഒരുപാട് തവണ വാർത്തകളിൽ നിറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. എന്ത് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെ ഒഴിവാക്കിയത്? UK-യിൽ നിന്ന് അയർലൻഡ് 2 പ്രതിനിധികളാണ് പാർട്ടി സമ്മേളനത്തിൽ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്നത്. അതിലൊരാളാണ് രാജേഷ് കൃഷ്ണ. ഗൾഫിൽ നിന്നും 2 പ്രതിനിധികൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അത്തരത്തിൽ നേരത്തെയും 2 കൂടുതൽ പ്രതിനിധികളെ പങ്കെടുപ്പിക്കാറുണ്ട്. രാജേഷ് കൃഷ്ണയ്ക്കെതിരെ CPM നേതൃത്വത്തിന് ഉന്നത നേതൃത്വത്തിന് പരാതി ലഭിച്ചിട്ടുണ്ട്. അവിടെ UK-യിൽ പാർട്ടി സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട് ഇയാൾക്കെതിരെ വലിയ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട പരാതികളാണ് പാർട്ടി നേതൃത്വത്തിന് ലഭിച്ചതെന്നാണ് നമുക്കറിയാം. ഇന്നലെ ചേർന്ന CCO, അതായത് സമ്മേളന നടപടിക്രമങ്ങൾ തീരുമാനിക്കാൻ ചേർന്ന കേന്ദ്ര കമ്മിറ്റി യോഗമാണ് രാജേഷ് കൃഷ്ണയ്ക്കെതിരായ പരാതി പരിശോധിക്കുകയും ഇയാളെ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കേണ്ട എന്ന തീരുമാനത്തെത്തുകയും ചെയ്തത്. നേരത്തെ PB അൻവറുമായൊക്കെ CPM അടുത്ത ബന്ധം പുലർത്തിയ ആളാണ് രാജേഷ് കൃഷ്ണ. കഴിഞ്ഞ തവണയും ഇയാൾ പ്രതിയാവാൻ ശ്രമം നടത്തിയിരുന്നു. പക്ഷെ അന്ന് കോടിയേരി ബാലകൃഷ്ണൻ എതിർത്തു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനുശേഷം PV അൻവറുമായൊക്കെ വലിയ അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് ഇയാളെന്ന വിമർശനം പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നു. അത് PV അൻവർ CPM-നൊപ്പം നിൽക്കുമ്പോൾ മാത്രമല്ല, അതിനുശേഷവും അൻവറിനൊപ്പം ഇയാൾ ഉണ്ടായിരുന്നു. അൻവറുമായി അടുത്ത സൗഹൃദം പുലർത്തിയിരുന്നു. അത്തരം ചില സംശയങ്ങളും പാർട്ടിക്കുണ്ട്. അതുകൂടി പരിഗണിച്ചാണ് ഇയാളെ പ്രതിയിൽ നിന്ന് ഒഴിവാക്കിയത്.
ശരി, വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. മധുരയിൽ പാർട്ടി കോൺഗ്രസിന്റെ ആഘോഷ പരിപാടികളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. നമുക്ക് ശബ്ദമൊക്കെ കേൾക്കാം. ഉടൻ തന്നെ പതാക ഉയർത്തി മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കും. മധുരയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അല്പസമയത്തിനകം തന്നെ ഔദ്യോഗികമായി 24-ാം പാർട്ടി കോൺഗ്രസിന് തുടക്കമാവും. നമ്മൾ ദൃശ്യങ്ങളിൽ CPM-ന്റെ മുതിർന്ന നേതാക്കളെല്ലാം കാണുന്നു. മുതിർന്ന നേതാവ് ബിമൻ ബസുവാണ് പതാക ഉയർത്തുന്നത്. അദ്ദേഹവും വേദിയിലേക്ക് എത്തുകയാണ്. ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഔപചാരിക നടപടിക്രമങ്ങൾ ആരംഭിക്കുകയാണ്. വി അരുൺ തുടരുന്നുണ്ട്. അരുൺ, നേതാക്കളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം ദൃശ്യങ്ങളിൽ കാണാം. ഇന്ന് എന്തൊക്കെയാണ് പ്രധാനമായും ഈ പതാക ഉയർത്തൽ കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് നടപടിക്രമങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്? അല്പസമയത്തിനകം പാർട്ടി കോൺഗ്രസിന്റെ 24-ാം പാർട്ടി കോൺഗ്രസിന്റെ പതാക ഉയരും. അതിനുശേഷം പ്രതിനിധി സമ്മേളനം ആരംഭിക്കും. പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് CPM-ന്റെ പൊളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടാണ്. അതിൽ 2 റിപ്പോർട്ടുകൾ ഇന്ന് സമ്മേളനത്തിന്റെ ഭാഗമായി പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി അവതരിപ്പിക്കപ്പെടും. ഒന്ന് രാഷ്ട്രീയ പ്രമേയമാണ്. നമുക്കറിയാം CPM-ന്റെ അടുത്ത 3 വർഷത്തേക്കുള്ള അടവ് നയങ്ങൾ ഉൾപ്പെടെ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സഖ്യങ്ങളുടെ കാര്യത്തിലൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, കോൺഗ്രസുമായുള്ള ബന്ധം നേരത്തെ പലതവണ ചർച്ച ചെയ്തതാണ്. CPM കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് അടക്കം അത് കൃത്യമായ പ്രമേയം അവതരിപ്പിച്ചതാണ്. അങ്ങനെ കോൺഗ്രസുമായി രാഷ്ട്രീയ സഖ്യമുണ്ടാകുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് മാത്രം ഒതുക്കണം എന്ന ഒരു അഭിപ്രായമാണ് പൊതുവിൽ ഇപ്പോൾ ഉയർന്നു വരുന്നത്. അല്ലാതെയുള്ള സഖ്യങ്ങൾ CPM-ന് ഗുണം ചെയ്യുന്നില്ല. ഈ BJP-യെ ചെറുക്കാൻ, BJP സർക്കാരുകൾ തുടർച്ചയായി വരുന്നത് ചെറുക്കാൻ ജനാധിപത്യ മതേതര ബദൽ ശക്തിപ്പെടുത്തുക എന്നതാണ് പ്രധാന പോംവഴി. പക്ഷെ അതിനൊപ്പം CPM സ്വതന്ത്ര ശക്തിയായി മാറണം. നേരത്തെയൊക്കെ ഉത്തരേന്ത്യയിലടക്കം വലിയ സ്വാധീനം CPM-ന് തൊഴിലാളികൾക്കിടയിൽ ഉണ്ടായിരുന്നു, സംഘടനാ രംഗത്തുണ്ടായിരുന്നു. അത് തിരിച്ചുപിടിക്കാനുള്ള നടപടികളാകും പ്രധാനമായും പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്യുക. അത്തരം നടപടികൾ അനിവാര്യമെന്ന വിധത്തിലാണ് CPM-ന് ഉള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളും ചർച്ചയാകും. ഫാസിസവും നവഫാസിസവും തമ്മിലുള്ള വ്യത്യാസവും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഈ കഴിഞ്ഞ രാഷ്ട്രീയ പ്രമേയം വന്നപ്പോൾ മുതൽ ചർച്ചയായതാണ്. അത്തരം കാര്യങ്ങളുടെ ഒരു കൃത്യമായ ഒരു വ്യക്തമായ CPM വരുത്തും. BJP ഫാസിസ്റ്റ് സർക്കാരല്ല, BJP-യുടേത് നവഫാസിസ്റ്റ് സർക്കാരാണ്. ഫാസിസ്റ്റിലേക്കുള്ള വഴി യാത്രയിലാണ് അവർ. ഇതാണ് CPM-ന്റെ ഇപ്പോഴത്തെ വിലയിരുത്തൽ. ഇപ്പോൾ പാർട്ടി പതാക ഉയരുകയാണ്, പാർട്ടി കോൺഗ്രസിന്റെ കൊടി ഉയരുകയാണ്. പ്രമുഖം ഗ്രൗണ്ടിലെ സീതാറാം യെച്ചൂരി നഗറിൽ CPM-ന്റെ 24-ാം പാർട്ടി കോൺഗ്രസിന്റെ പതാക അല്പസമയത്തിനകം ഉയരും. അതിനുള്ള തയ്യാറെടുപ്പുകൾ പുരോഗമിക്കുന്നു. വലിയ ആവേശത്തോടു കൂടിയാണ് മധുര. CPM-ന് വലിയ വളക്കൂറുള്ള, CPM രാഷ്ട്രീയത്തിന്, കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന് വലിയ വേരോട്ടമുണ്ടായിരുന്ന ഒരു നഗരം. ഇപ്പോഴും അതിന്റെ ബാക്കി പത്രമെന്ന നിലയിൽ പലയിടങ്ങളിലും അത്തരം സ്വാധീനമുണ്ട്. വലിയ രീതിയിൽ പാർട്ടി കുടുംബങ്ങൾ ഇവിടെ ആവേശത്തോടു കൂടിയാണ് ഈ സമ്മേളനത്തെ ഏറ്റെടുക്കുന്നത്. തുടർച്ചയായ 2 തവണ CPM-ന്റെ MP ഉള്ള സ്ഥലമാണ്. അത് പൂർണ്ണമായും CPM-ന്റെ സംഘടനാ ശക്തി കൊണ്ടുണ്ടായ MP അല്ല, DMK-യുടെ പിന്തുണയിൽ വരുന്ന വിജയമാണെങ്കിൽ പോലും നേരത്തെ പലതവണ 70-കൾ മുതൽ പലതവണ CPIയും CPM മുമ്പ് CPIയും പിന്നീട് CPM ഒക്കെ പലതവണ വിജയിച്ച
ലോക്സഭാ സീറ്റാണ് മധുര. അവിടെയാണ് ഇത്തവണത്തെ പാർട്ടി കോൺഗ്രസ്. CPM ഒരു തിരിച്ചുവരവ് രക്ഷപ്പെടുന്നു. ബംഗാളിലും ത്രിപുരയിലും കേരളത്തിലും അതിശക്തിയായിരുന്ന പാർട്ടി അത് അവിടെ നിന്ന് പിന്നോട്ട് പോയി കേരളം മാത്രം ഒരു അവശേഷിക്കുന്ന ഒരു ചുവന്ന തുരുത്തായി മാറുമ്പോൾ അത് മറികടന്ന് പാർട്ടിയുടെ സംഘടനാശേഷി, പാർട്ടിയുടെ പ്രവർത്തന ശേഷി വർദ്ധിപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് CPM. അതിനുള്ള നടപടികളാകും, സംഘടനാപരമായ ചർച്ചകളാകും ഈ സമ്മേളനത്തിൽ നടക്കുക. അതിനുള്ള കളമൊരുങ്ങുന്നു ഇവിടെ, അതിന്റെ തുടക്കമാകുന്നു ഇവിടെ. CPM-ന്റെ പാർട്ടി പതാക ഇവിടെ ഉയരുകയാണ്. വിമൻ ബോസ് PB അംഗം, മുതിർന്ന നേതാവ്, CPM-ന്റെ ബംഗാൾ സംസ്ഥാന ഘടകത്തിന്റെ മുൻ സെക്രട്ടറി വിപിൻ ബോസ് ഇവിടെ പതാക ഉയർത്തുകയാണ്. പൊളിറ്റ് ബ്യൂറോ അംഗങ്ങൾ, മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ, കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഒക്കെ തന്നെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. PB അംഗങ്ങളുടെ വലിയൊരു നിര, 7 PB അംഗങ്ങൾ, മുഖ്യമന്ത്രി ഉൾപ്പെടെ 7 പേർ ഇത്തവണ 75 പേർ പരിധി പിന്നിടുന്നവരാണ്. പ്രകാശ് കാരാട്ടും, ബൃന്ദ കാരാട്ടും, സൂര്യകാന്ത് മിശ്രയും പോലുള്ള ഒരു കാലത്ത് തലപ്പൊക്കമുള്ള CPM-ന്റെ നേതാക്കൾ, സുഭാഷ് നെലിയെ പോലുള്ള ജനങ്ങളുമായൊക്കെ അടുത്ത് പ്രവർത്തിച്ചിരുന്ന നേതാക്കൾ, അത്തരം പല വലിയൊരു നേതൃനിര ഇവിടെ ഒഴിയുകയാണ്. CPM-ന്റെ അവർക്ക് പകരക്കാരെ കണ്ടെത്തേണ്ട സമ്മേളനം കൂടിയാണിത്. പൊളിറ്റ് ബ്യൂറോയിൽ 2 വനിതകൾ പുതുതായി വരുമെന്ന് കഴിഞ്ഞ ദിവസം ബൃന്ദ കാരാട്ട് വ്യക്തമാക്കിയിരുന്നു. ആ വനിതകളിൽ ഒന്ന് കേരളത്തിലുള്ള KK ശൈലജയാകുമോ എന്ന ചർച്ചകൾ സജീവമാണ്. കേരളത്തിൽ നിന്ന് നിലവിൽ PB-യുടെ ഒഴിവില്ലെങ്കിൽ പോലും 2 വനിതകൾ ഒഴിയുമ്പോൾ അതിലൊരാളെ കേരളത്തിൽ നൽകുമോ? അങ്ങനെയെങ്കിൽ KK ശൈലജ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിന് പുറമെ പൊളിറ്റ് ബ്യൂറോയിലേക്കും എത്തുമോ എന്ന കാര്യമാണ് അറിയേണ്ടത്. അങ്ങനെയെങ്കിൽ അത് CPM-ന്റെ സംസ്ഥാന രാഷ്ട്രീയത്തിനും വലിയ രംഗമുണ്ടാക്കാൻ പോകുന്ന ഒരു തീരുമാനമായിരിക്കും. കാരണം ഒരു വനിത CPM-ന്റെ പൊളിറ്റ് ബ്യൂറോയിലേക്ക് എത്തുന്നു. അതും പലതവണ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോലും പരിഗണിക്കപ്പെടുന്ന പേരുകളിൽ ഒന്നാണ് KK ശൈലജ. അത്തരം ഒരാളെ PB-യെ കൊണ്ടുവരാൻ CPM തയ്യാറാകുമോ? എങ്കിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ CPM-ന്റെ സംസ്ഥാനത്തെ ശാക്തിക ചേരികളിൽ ബലാബലത്തിൽ എന്ത് മാറ്റമുണ്ടാക്കും? പിണറായിക്ക് ശേഷം ആര് മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് അതൊരു മറുപടിയായി മാറുമോ? തുടങ്ങി വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആ ഒറ്റ തീരുമാനത്തിലൂടെ ഉയർത്തപ്പെടുമെന്ന് ഉറപ്പാണ്. അത്തരത്തിൽ PB-യിലേക്ക് വരാൻ വേറെ ചില പേരുകളുണ്ട്. CP ജയരാജൻ മുതിർന്ന കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. 75 വയസ്സോടെ എടുക്കുന്നു. പക്ഷേ അദ്ദേഹം വന്നേക്കാൾ ഒരു അഭ്യൂഹം ചില കോണുകളിൽ നിന്ന് നേരത്തെ തന്നെ ഉയർന്നതാണ്. തോമസ് ഐസക് ദേശീയത്തിൽ പ്രവർത്തിക്കാൻ CPM അത്തരത്തിലുള്ള നേതാവാണ്. അദ്ദേഹം വരുമോ എന്ന് കണ്ടറിയണം. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ആര് വരും? DV രാഘവലു സ്വാഭാവികമായും സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കുമ്പോൾ രാഘവലു തന്നെയാകുമോ ഇത്തരത്തിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരിക എന്ന ചോദ്യമുണ്ട്. അല്ലെങ്കിൽ MA ബേബി ആകുമോ ആ ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് എത്താൻ പോകുന്നു? EMS-ന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ CPIM-നെ രാജ്യത്ത് നയിക്കുന്ന അടുത്ത മലയാളി എന്ന പേര് MA ബേബിയിലൂടെ ആകുമോ വീണ്ടും ഉയർത്തപ്പെടുക എന്ന ചോദ്യം വളരെ പ്രസക്തമായിരുന്നു. MA ബേബിക്ക് കേരള ഘടകത്തിന് പിന്തുണയുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തോട് ഇപ്പോൾ കാര്യമായ എതിർപ്പില്ല എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് വളരെ നിർണായകമായി തീരും. മുഖ്യമന്ത്രിയുടെ തീരുമാനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ തീരുമാനങ്ങളിൽ ശക്തമായ ഘടകം രാജ്യത്തെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും കേരള ഘടകത്തിന്റെയും തീരുമാനം ഈ ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമായി മാറും. പക്ഷേ ഉത്തരേന്ത്യൻ പാർട്ടിക്ക് അല്ലെങ്കിൽ ബംഗാൾ പാർട്ടിക്ക് MA ബേബിയോട് അത്ര പദ്യമില്ല എന്നുള്ള സൂചനകളുമുണ്ട്. അങ്ങനെയെങ്കിൽ രാഘവലു എന്ന പേരിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പേരുകളിലേക്കോ അശോക് ദാവലെ പോലെയുള്ള പേരുകളിലേക്കോ CPM പോകുമോ എന്നും കണ്ടറിയണം. ഏതായാലും പാർട്ടി കോൺഗ്രസിന്റെ പതാക അല്പസമയത്തിനകം ഇവിടെ ഉയരും. പ്രതിനിധി സമ്മേളനവും അധികം വൈകാതെ ആരംഭിക്കും. ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് പതാക ഉയർത്തലിനോടെയുള്ള ഒരുക്കങ്ങളാണ്. ഡൽഹി പോയിട്ടാ ഡൽഹി പോയി 3 മണി നേരം 24ാം പാർട്ടി കോൺഗ്രസിന് മധുരയിൽ തുടക്കമാവുകയാണ്. CPM-ന് തമിഴ്നാട്ടിൽ തന്നെ ഏറ്റവും വേരോട്ടമുള്ള മണ്ണാണ് മധുര. ആ മധുരയിലാണ് ഇപ്പോൾ പാർട്ടി സമ്മേളനം വീണ്ടും എത്തുമ്പോൾ ആവേശത്തോടെ അതിനെ അണികൾ ഏറ്റെടുക്കുന്നത്. പതാക ഉയർത്തൽ ചടങ്ങിലേക്ക് കടക്കുകയാണ്. ഇതോടെ 24ാം പാർട്ടി കോൺഗ്രസിന് ഔപചാരികമായ തുടക്കമാവുന്നു. പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന അംഗമാണ് പതാക ഉയർത്തുക. വിമൻ ബസു, ബംഗാളിൽ നിന്നുള്ള വിമൻ ബസുവാണ് ഇത്തവണ പതാക ഉയർത്തുന്നത്. മുതിർന്ന നേതാക്കളെയെല്ലാം, CPM-ന്റെ ഏറ്റവും ശക്തരായ മുതിർന്ന നേതാക്കളെയെല്ലാം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. அந்த கண்ணாடி போட்டிருக்காரு அவர் தானே பேபி. 24ാം പാർട്ടി കോൺഗ്രസിന്റെ ഔപചാരികമായ തുടക്കം കുറിക്കുന്ന പതാക ഉയർത്തലാണ് നടക്കാൻ പോകുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് മധുരയിൽ നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം.
24ാം പാർട്ടി കോൺഗ്രസിന് മധുരയിൽ തുടക്കമായിരിക്കുന്നു. മധുരയുടെ മണ്ണിൽ ചെങ്കൊടി പാറി പറക്കുമ്പോൾ സല്യൂട്ട് ചെയ്ത് അഭിവാദ്യം അർപ്പിക്കുകയാണ് നേതാക്കൾ. മുതിർന്ന നേതാക്കളെല്ലാം നമുക്ക് കാണാം. ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ ചൂടേറിയ ചർച്ചകൾക്കും പാർട്ടിയുടെ മുന്നോട്ടുള്ള പോക്കിനുള്ള രേഖയ്ക്കുമെല്ലാം രൂപം നൽകുകയാണ് മധുരയിൽ ചെയ്യുക. ഇതോടെ രാവിലെ പൂർണ്ണമാവുകയാണ്. ഇനി നമുക്ക് ന്യൂസ് ട്രെൻഡ്സിൽ ഏറ്റവും പുതിയ വാർത്തകൾ, മധുരയിൽ നിന്നുള്ള ദൃശ്യങ്ങളും വാർത്തകളും അടക്കം ഏറ്റവും പുതിയ വാർത്തകളിലേക്ക് മടങ്ങിയെത്താം. ന്യൂസ് ട്രെൻഡ്സിൽ അപർണ കുറുപ്പ് ചേരും.